70 ഡേയ്സിനെ കൊണ്ട് ക്വാളിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്, എന്തായിരിക്കും പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമുക്കുള്ളൊരു സംശയം എന്തായിരിക്കും? ഓക്കെ, ആദ്യം നമുക്ക് ഉണ്ടാവാൻ പോകുന്ന ഒരു സംശയം, ഈ 70 ഡേയ്സിനെ കൊണ്ട് പഠിച്ചാൽ ഓക്കെ തീരുമോ? 70 ഡേയ്സിനെ കൊണ്ട് ആളുകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും. ഓക്കെ, 70 ഡേയ്സിനെ കൊണ്ട് ആളുകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? 70 ഡേയ്സിനെ കൊണ്ട് പഠിച്ചാൽ തീരുമോ? എന്താണ് ആദ്യം നിങ്ങളെ ആൻസർ എന്താ? ഈ 70 ഡേയ്സ് ഇനഫ്? ഓക്കെ, ഈ 70 ഡേയ്സ് ഇനഫ് ടു മേക്ക് ഷുവർ യു ക്വാളിഫൈ നെറ്റ് ഓർ JRF? വാട്ട് യു ഫീൽ? ഓക്കെ, വാട്ട് യു ഫീൽ അറൌണ്ട് 70 ഡേയ്സ്? യെസ്, ക്യാൻ, നോ ക്യാൻ, എഫേർട്ട് മാറ്റേഴ്സ്, പല ആൻസറുകളും. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസ്, ഞാനും യെസ് ഓർ നോ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് നമ്മളെ സംബന്ധിച്ച് 70 ഡേയ്സ് ഓർ 60 to 70 ഡേയ്സ് നമുക്കേ ഉള്ളൂ, നമുക്ക് ജയിക്കണം, അത്രയാണ് ഉള്ളത് അല്ലേ? അല്ലാതെ 70 ഡേയ്സിനെ കൊണ്ട് പറ്റുമോ, 80 ഡേയ്സിനെ കൊണ്ട് പറ്റുമോ, 90 ഡേയ്സിനെ കൊണ്ട് പറ്റുമോ, 100 ഡേയ്സിനെ കൊണ്ട് പറ്റുമോ, 60 ഡേയ്സിനെ കൊണ്ട് പറ്റുമോ, 50 ഡേയ്സിനെ കൊണ്ട് പറ്റുമോ എന്നുള്ളത് വലിയ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് ഇനി എക്സാമിന് 60 to 70 ഡേയ്സ് ആണുള്ളത്, അല്ലെങ്കിൽ അറൌണ്ട് 70 ഡേയ്സ് ആണുള്ളത്. ഓക്കെ, ആ 70 ഡേയ്സിനെ കൊണ്ട് നമ്മൾക്ക് പഠിക്കാൻ പറ്റണം, ആ 70 ഡേയ്സിനെ കൊണ്ട് നമുക്ക് ജയിക്കാൻ പറ്റണം. ഇതാണ് നമ്മൾ അൾട്ടിമേറ്റ് എയിം അല്ലേ? അതല്ല നമ്മൾ അൾട്ടിമേറ്റ് എയിം. അപ്പം നമുക്ക് അത്ര ദിവസമേ ഉള്ളൂ, അപ്പോൾ ആ ദിവസം നമുക്ക് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബേസിക്കലി അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ പോകുന്നത്, എപ്പോഴും നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എക്സാമിന് ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് ഡേയ്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ക്യാൻസർ ഇത്രയേ ഉള്ളൂ. അപ്പം ചിലപ്പോൾ ഞാൻ തന്നെ 90 ഡേയ്സിൻ്റെ പ്രിപ്പറേഷൻ പറയാറുണ്ട്, 70 ഡേയ്സിൻ്റെ പറയാറുണ്ട്, 50 ഡേയ്സിൻ്റെ പറയാറുണ്ട്. ഇവിടെയൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കേസ്, ഇതിൻ്റെ ലോജിക്ക് സിമ്പിളാണ്. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോജിക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ഈ എക്സാം നമ്മളെ ഒരു എക്സിസ്റ്റിംഗ് സ്റ്റാറ്റസ് വെച്ച് ഈ എക്സാം ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടേണ്ട ഒരു എഫേർട്ട് ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഇടേണ്ട ഒരു എഫേർട്ട് ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഇടേണ്ട ഒരു എഫേർട്ട് എന്ന് പറയുമ്പോൾ, സോ ബേസിക്കലി ആ എഫേർട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പം വാട്ട് വി കൻ സേ, ആ എഫേർട്ട് എന്ന് പറയുമ്പോൾ ചിലപ്പം ഒരു 500 അവേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ 400 അവേഴ്സ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ 300 അവേഴ്സ് ആയിരിക്കാം. അപ്പോൾ നമ്മൾ 90 ദിവസം മുമ്പ് തുടങ്ങുമ്പോൾ അതിനനുസരിച്ച് എഫേർട്ട് ഇടേണ്ടി വരും, പെർ ഡേ എഫേർട്ട്. 70 ഡേയ്സ് ആകുമ്പോൾ നമ്മൾ മേ ബി 500 അവേഴ്സ് സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 70 ഡേയ്സ് എന്ന് പറയുമ്പോൾ അറൌണ്ട് 7 അവേഴ്സ് വേണ്ടി വരും. ഓക്കെ, ഇനി 350 ഹവേഴ്സ് എന്നുള്ളതാണെങ്കിൽ പെർ ഡേ അറൌണ്ട് 5 ഹവേഴ്സ് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മൾ അറൌണ്ട് വാട്ട് വി കൻ സേ 70 അവേഴ്സ്, ഓക്കെ, നമ്മൾ 5 അവേഴ്സ് നമ്മൾ ഒരു ദിവസം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ പറയുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അൾട്ടിമേറ്റ്ലി എത്ര ദിവസമാണ്, ഇനി എത്ര ദിവസങ്ങളാണ് ഉള്ളത് എന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അല്ല. ഇൻസ്റ്റഡ് നമുക്ക് ഈ എക്സാം ക്വാളിഫൈ ചെയ്യാൻ എത്ര മണിക്കൂർ ഓഫ് എഫേർട്ടുകളാണ് വേണ്ടത്, ഇത് കറക്റ്റായിട്ട് മെഷർ ചെയ്യാനൊന്നും പറ്റൂല. വിച്ച് മീൻസ് കമ്പാരിറ്റീവ്ലി 70 ഡേയ്സ് എന്ന് പറയുമ്പം ഈ എക്സാമിനെ സംബന്ധിച്ച് ഒരു കുറവ് സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ 70 ഡേയ്സിന് നമ്മൾ ക്വാളിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ഉറപ്പ് വരുത്തേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള എക്സ്ട്രാ എഫേർട്ട്, അതിനനുസരിച്ചിട്ടുള്ള എക്സ്ട്രാ പരിശ്രമം നമ്മൾ നടത്തുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അങ്ങനെ നമ്മൾ നടത്തുകയാണെങ്കിൽ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഇസ് ഇറ്റ് ക്ലിയർ ആയോ? അതെങ്ങനെ നടത്തണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. 70 ഡേയ്സിനെ കൊണ്ട് പഠിച്ചാൽ കിട്ടുമോ കിട്ടൂല, 70 ഡേയ്സിൽ എന്താണ് ചെയ്യേണ്ടത്, ഓക്കെ, ബേസിക് ആയിട്ട് എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട്, അതാണ്. ഓക്കെ, ക്ലിയർ. ദെൻ കമ്മിങ് ടു ദ ആസ്പെക്ട്. അപ്പം ഞാൻ തന്നെ 6 months 1 year നമ്മൾ ഈഫറിൻ്റെ മൾട്ടിപ്പിൾ ബാച്ചുകൾ, ഇൻറ്റിഗ്രേറ്റഡ് ബാച്ചുകൾ, ഓരോ ബാച്ചുകളും പല രീതിയിലുള്ള നമ്മൾ പ്രിപ്പറേഷൻ അസസ്മെൻറ്റും പ്രിപ്പറേഷൻ അനാലിസിസും ഒക്കെ നമ്മൾ നടത്താറുണ്ട്, വെബിനാറുകൾ നടത്താറുണ്ട്. ആ സമയത്ത് നമ്മളെ മുന്നിൽ എത്ര ടൈമാണ് ഡെഫിനറ്റ്ലി ഏതൊരു എക്സാമും കോമ്പറ്റീറ്റീവ് എക്സാമും ക്വാളിഫൈ ചെയ്യുന്നതിന് പിന്നിലുള്ള കുറേ കോമൺ ഫാക്ടേഴ്സ് ഉണ്ടാവും. പക്ഷെ എത്ര ഡേയ്സ് ആണോ, ഓക്കെ, എത്ര ദിവസങ്ങളാണോ നമ്മളെ മുന്നിൽ ഉള്ളത് എന്നുള്ളതിനനുസരിച്ച്, ഓക്കെ, എത്ര ദിവസങ്ങളാണോ നമ്മളുടെ മുന്നിലുള്ളത് എന്നുള്ളതിനനുസരിച്ച് എന്ത് മാറും? ആ ആ ആ കീ കാര്യങ്ങളിൽ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് പറയും. അപ്പോൾ ഇനി നിങ്ങൾ 70 ഡേയ്സ് ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഐ വിൽ സേ ദാറ്റ്സ് എ PYQ. ഓക്കെ, നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ എവിടുന്ന് തുടങ്ങണം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു നിങ്ങൾ ആദ്യം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തുടങ്ങണം. ഓക്കെ, ആദ്യം തന്നെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തുടങ്ങണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 1 തുടങ്ങണം, പേപ്പർ 2 തുടങ്ങണം. കാരണം എന്താണെന്ന് വെച്ചാൽ, സാറ് സിലബസ് ഒക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് PYQ തുടങ്ങിയുടെ എന്ന് ചോദിച്ചാൽ, ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. പക്ഷെ നമുക്ക് സമയം കുറവാണ്. അപ്പോൾ ശരിക്കും നമ്മൾ ആദ്യം PYQ ആണ് ചെയ്യേണ്ടത്. ആ PYQ കുറച്ച് ചെയ്യുക. ആ കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും നമ്മളെ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ, നമ്മൾ PG ഒക്കെ പഠിച്ച ശീലത്തിൽ PYQ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ PYQയിൽ സാധാരണ വരുന്ന ഏതെങ്കിലും ക്വസ്റ്റ്യൻ മിസ്സായിട്ടുണ്ടെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നോർമലി PYQ നോക്കുക. ഓക്കെ, പക്ഷേ UGC നെറ്റ്
എക്സാമിന് PYക്ക് നോക്കുന്നത് ഒന്നാമത്തെ പേജ് തൊട്ട് സിലബസ് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്. ഒന്നാമത്തെ പേജ് തൊട്ടിട്ട് PY സിലബസ് എങ്ങനെ പഠിക്കണം എന്നറിയാനാണ് നമുക്ക് എന്ത് വേണ്ടത്. നമുക്ക് PYക്ക് നമ്മൾ നോക്കേണ്ടത്. അത് എല്ലാ സബ്ജക്റ്റിനും അങ്ങനെയാണ്. ഡെഫിനറ്റ്ലി ഇംഗ്ലീഷ് എന്നുള്ള സബ്ജക്റ്റിൽ റീസെൻ്റ്ലി ഒരുപാട് സിലബസ് പാറ്റേൺ ചേഞ്ചുകൾ വരുന്നുണ്ട്. എക്കണോമിക്സിലും ചില ആസ്പെക്റ്റുകളിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അവിടെയും നമുക്ക് കഴിഞ്ഞ മൾട്ടിപ്പിൾ സെറ്റ് ഓഫ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു അടിസ്ഥാന ഒരു ആസ്പെക്റ്റ്. അടുത്ത പ്രാവശ്യം എക്സാക്ട്ലി അങ്ങനെ വരണമെന്നല്ല, പക്ഷേ ഏതൊക്കെ ഡയമെൻഷനുകളിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ പലരും ചോദിക്കുന്ന കാര്യമാണ്, PYക്ക് പഠിക്കണം, അങ്ങനെയാണെങ്കിൽ എത്രത്തോളം PYക്ക് പഠിക്കണം? എത്ര നിങ്ങൾക്ക് മാക്സിമം പഠിക്കാൻ പറ്റും അത്ര പഠിക്കുന്നത് നല്ലത് എന്നുള്ളതാണ് റൂൾ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ലിമിറ്റഡ് നമ്പർ ഓഫ് ഡേയ്സ് ഈ എക്സാമിനുള്ളൂ എന്നുള്ളത് കൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള PYQ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള PYQs പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ എയ്ഫറിൻ്റെ ഒരു ആസ്പെക്റ്റിലേക്ക് വരാം. ഇപ്പോൾ എയ്ഫറിൽ നമ്മൾ ആസ് ഓഫ് നൗ ഇതിപ്പോൾ നമുക്കറിയാം ലേറ്റസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പേപ്പർ 1 ഡിസംബർ 2025 ഡിസംബറിൽ നടന്ന എക്സാമിൻ്റെ കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എയ്ഫറിൽ അവൈലബിൾ ആണ്. കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഓൾറെഡി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. അത് ചെയ്താൽ യു വിൽ ഗെറ്റ് നിങ്ങൾക്ക് വാട്ട് വി ക്യാൻ സേ ഓൾ ദ ക്വസ്റ്റ്യൻ വിത്ത് എക്സ്പ്ലനേഷൻ ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് അത് ബെറ്ററായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് ഞാൻ എയ്ഫർ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഞാൻ പറയാം. അപ്പം ഇതിൽ 2 രീതിയിൽ ഇത് പഠിക്കണം. ഒന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലെ 11 സെറ്റ്, കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ള 11 സെറ്റ്. അപ്പോൾ ഓൾറെഡി ഇവിടെ നോക്കുക, നിങ്ങൾ ഓൾമോസ്റ്റ് 200-ലധികം സെറ്റ് ഉണ്ട്. ഡിസംബർ 2025, ജൂൺ 2025, ഡിസംബർ 2024, ജൂൺ 24, ഡിസംബർ 23, 22, 21, 20 വരെയുള്ള കംപ്ലീറ്റ് ഏകദേശം 200-ലധികം ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് എക്സ്പ്ലനേഷൻ എയ്ഫറിൻ്റെ ആപ്പിൽ അവൈലബിൾ ആണ്. എയ്ഫറിൻ്റെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ ആപ്പിൽ അവൈലബിൾ ആണ്. ഇതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ 50 ക്വസ്റ്റ്യൻ എപ്പോഴും ചെയ്യാം. പക്ഷെ നമ്മൾ ഇനീഷ്യലി പഠിച്ച് തുടങ്ങുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് 50 ക്വസ്റ്റ്യനും 10 ടോപ്പിക്കും ഒരുമിച്ച് പഠിക്കാൻ പറ്റണമെന്നല്ല. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ ലോജിക്കൽ റീസണിംഗ് ആണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ ലോജിക്കൽ റീസണിങ്ങിൻ്റെ മാത്രം പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കാറ്റഗറൈസ്ഡ് എന്നുള്ള ഓപ്ഷനിൽ കാറ്റഗറൈസ്ഡ് ക്വസ്റ്റ്യൻ എന്നുള്ള ഓപ്ഷനിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇതാ 2025 ഡിസംബറിലെ ലോജിക്കൽ റീസണിങ്ങിൻ്റെ മൊത്തം 11 ഷിഫ്റ്റ് 55 ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. 20 ക്വസ്റ്റ്യൻ 15 ക്വസ്റ്റ്യൻ 55 ക്വസ്റ്റ്യൻ ഓൾറെഡി വിത്ത് എക്സ്പ്ലനേഷൻ ഇവിടെ അവൈലബിൾ ആണ്. ആപ്പിനെ കുറിച്ചും എയ്ഫറിൻ്റെ ആപ്പിനെ കുറിച്ചും ലിങ്കിനെ കുറിച്ചൊക്കെ ടുവാർഡ്സ് ഞാനൊരു ഇനീഷ്യൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതിന് ശേഷം രഘുൽ സാർ പറയുന്നതായിരിക്കും. ഞാൻ അതിൻ്റെ ഒരു ബേസിക് സാധനം മാത്രമാണ് കാണിച്ചു തരുന്നത്, എങ്ങനെയാണ് കിട്ടുക എന്നുള്ളതൊക്കെ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അപ്പം ബേസിക്കലി ദ ഇനീഷ്യൽ ഫോക്കസ്, അപ്പോൾ ഇത് എല്ലാ സബ്ജക്റ്റും കാറ്റഗറൈസ്ഡ് അവൈലബിൾ ആണ് കേട്ടോ. ലേറ്റസ്റ്റ് എക്സാമിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ അവൈലബിൾ ആണ്. ലേറ്റസ്റ്റ് എക്സാമിൻ്റെ ഓരോരോ ആസ്പെക്റ്റിലേക്കും നമുക്കത് അവൈലബിൾ ആണ്. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ദ ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ പ്രിപ്പറേഷനെ സംബന്ധിച്ച് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എസ്പെഷ്യലി നമുക്ക് വളരെ കുറഞ്ഞ ദിവസങ്ങളെ ഉള്ളൂ എന്നുള്ള ഈ ഒരു സമയത്ത് കമ്പാരിറ്റീവ്ലി കുറവ് ദിവസങ്ങൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റണം? അറ്റ്ലീസ്റ്റ് പേപ്പർ വണ്ണിൽ നിങ്ങൾക്ക് 25 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റണം. പേപ്പർ 1 25 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റണം. 25 × 50 എന്ന് പറയുമ്പോൾ അറൗണ്ട് 1250. പേപ്പർ 1 അറ്റ്ലീസ്റ്റ് 10 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. 10 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും, അല്ലെങ്കിൽ ഈ പോസിബിൾ ദാറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഈസി 50 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്കിലും 5 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും ചെയ്യണം. ഇതെന്തിനാന്ന് ചോദിച്ചാൽ അവിടെയാണ് നമ്മുടെ പ്രിപ്പറേഷൻ്റെ ആസ്പെക്ട് നടക്കുന്നത്. ഞാൻ ഇപ്രാവശ്യം എയ്ഫറിന് JRF ഒക്കെ കിട്ടിയ പല കുട്ടികളും ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് ഇപ്പം 7 തവണ എഴുതിയിട്ട് കിട്ടിയില്ല, 8ാമത്തെ തവണ ഒക്കെ JRF കിട്ടിയ കുട്ടികളോട് ചോദിച്ചപ്പോൾ കഴിഞ്ഞ എല്ലാ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഈ പ്രിപ്പറേഷൻ നിങ്ങൾ എക്സ്ട്രാ എന്താ ചെയ്തത്, കഴിഞ്ഞ പ്രിപ്പറേഷൻ നിങ്ങൾ എന്താണ് ചെയ്യാതിരുന്നത്, എന്ന് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്താണെന്ന് ചോദിച്ചാൽ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കേസ്, എപ്പോഴാണ് പലപ്പോഴും നമുക്ക് പ്രശ്നം വരുന്നത് വെച്ചാൽ നമ്മൾ 100 ഡേയ്സ് ഉണ്ടാകുമ്പം അല്ലെങ്കിൽ 6 മാസം മുമ്പ് പഠിച്ചു തുടങ്ങുമ്പോൾ സിലബസ് മൊത്തം പഠിച്ചു തീർക്കുക, എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യുക, എല്ലാം വായിക്കുക, എല്ലാം റിവൈസ് ചെയ്യുക എന്ന് നമ്മൾ ആലോചിക്കും. 4 മാസം ഉണ്ടാകുമ്പോൾ നമ്മൾ അതന്നെ പ്ലാൻ, 3 മാസം ഉണ്ടാകുമ്പോൾ നമ്മൾ അതന്നെ പ്ലാൻ, 2 മാസം ഉണ്ടാകുമ്പോൾ നമ്മൾ അതന്നെ പ്ലാൻ, 70 ഡേയ്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ അതൊരിക്കലും വർക്കൗട്ട് ചെയ്യില്ല. നമ്മളെപ്പോഴും നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള സമയം എത്രയാണ്, ആ സമയത്ത് കൂടുതൽ മാർക്ക് വാങ്ങാനുള്ള എന്തൊക്കെ ആസ്പെക്റ്റുകളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വളരെ കുറച്ച് ദിവസങ്ങളിലെ ഈ സമയത്ത് നമുക്ക് ചെയ്യേണ്ടത് പേപ്പർ 1 ആൻഡ് പേപ്പർ 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. പേപ്പർ 1 a minimum question of 25 question, പേപ്പർ 2 a minimum of 5 if possible 10.
ദാറ്റ്സ് ഇറ്റ്. മെജോറിറ്റി ഓഫ് ദ സബ്ജക്റ്റുകൾക്കും എയ്ഫർ പേപ്പർ ടു കൊടുക്കുന്ന മെജോറിറ്റി ഓഫ് ദ സബ്ജക്റ്റുകളുടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ ഇ ബുക്കായിട്ട് ഇറക്കാറുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വിത്ത് എക്സ്പ്ലനേഷൻ നമ്മൾ എയ്ഫറിറ്റ്സിനൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്, ആപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ ദ ഫസ്റ്റ് പോയിന്റ് അതാണ്. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ദ സെക്കൻഡ് പോയിന്റ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് പോയിന്റ് ആണ്, നമ്മളെ പഠനം ഒന്നുകൂടി നമുക്ക് പേഴ്സണലൈസ്ഡ് ആക്കാൻ പറ്റണം. വെൻ യു ഹാവ് ലിമിറ്റഡ് ടൈം. നിങ്ങൾക്ക് വളരെ കുറച്ച് സമയമേ കമ്പാരിറ്റീവ്ലി എക്സാമിനുള്ളൂ എന്നുണ്ടെങ്കിൽ ഓരോ സമയവും നിങ്ങൾക്ക് വീക്ക് ആയിട്ടുള്ള ഏരിയാസ്, ഓരോ സമയവും നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ള ഏരിയാസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ജനറൽ ആയിട്ട് എല്ലാവരും പഠിക്കുന്ന പോലെ എ ബി സി അങ്ങനെ എ മുതൽ സി വരെ പഠിക്കുക എന്നുള്ളതല്ല. ഒരു പെർട്ടിക്കുലർ ആ സമയത്ത് ഈ 70 ഡേയ്സിൽ എനിക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റ് ഓഫ് ടോപ്പിക്കുകളായിരിക്കും നിങ്ങൾ പഠിക്കേണ്ടത്. അങ്ങനെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഓക്കെ, ആ സമയത്ത് യു ഹാവ് ടു, ഐ വിൽ സേ, വാട്ട് വി കൻ സേ, നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ന് സ്പെസിഫിക് ആക്കേണ്ടതുണ്ട്. ജനറലൈസ്ഡ് ആവാൻ പറ്റില്ല. ഓക്കെ, സ്പെസിഫിക് ആക്കേണ്ടത് ജനറലൈസ്ഡ് ആവാൻ പറ്റില്ല. ഇവൻ നിങ്ങൾ പഠിക്കുന്ന ആസ്പെക്റ്റിലേക്ക്, നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആസ്പെക്റ്റിലേക്ക് പോലും നിങ്ങൾ ഏതാണോ നിങ്ങളുടെ ടോപ്പിക്ക്, ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ ചെയ്യേണ്ട ടോപ്പിക്ക്, ഓക്കെ, ആ ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കണം നിങ്ങൾ കൂടുതൽ ചെയ്യേണ്ടത്. എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യം, ഞാൻ അതിൽ എയ്ഫർ ചെയ്യുന്ന ഒരു ജസ്റ്റ് ഒരു ആസ്പെക്ട് ഞാൻ പറഞ്ഞുതരാം. വി ഹാവ് എ സിസ്റ്റം നോൺ ആസ്, നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. വി ഹാവ് എ സിസ്റ്റം നോൺ ആസ് MYOT. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും, മേക്ക് യുവർ ഓൺ ടെസ്റ്റ് MYOT ഫീച്ചർ. ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ട്രൈ നൗ എന്ന് കൊടുത്താൽ, ഓക്കെ, ട്രൈ എന്ന് കൊടുത്താൽ നിങ്ങൾ ക്രിയേറ്റ് യുവർ ഓൺ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ടഫ് ടോപ്പിക് ടീച്ചിങ്, റിസർച്ച്, ലോജിക്കൽ റീസണിങ് ആണെന്ന് കരുതുക. നിങ്ങൾക്ക് അതിൻ്റെ മാത്രം എക്സാം ഉണ്ടാക്കുക. ടീച്ചിങ്ങിൻ്റെ ഒരു 5 ക്വസ്റ്റ്യൻ, റിസർച്ചിൻ്റെ ഒരു 10 ക്വസ്റ്റ്യൻ, ലോജിക്കൽ റീസണിങ്ങിൻ്റെ ഒരു 10 ക്വസ്റ്റ്യൻ, അപ്പോൾ 25 ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് തീരുമാനിക്കാൻ നിങ്ങളെ പരീക്ഷയ്ക്ക് എത്ര ക്വസ്റ്റ്യൻ വരണമെന്ന്. നിങ്ങൾക്ക് തീരുമാനിക്കാം ആ ക്വസ്റ്റ്യനുകൾ ഏത് ടോപ്പിക്കിൽ നിന്നായിരിക്കണമെന്ന്. നിങ്ങൾക്ക് തീരുമാനിക്കാം ആ പരീക്ഷയ്ക്ക് എത്ര ടൈം വേണമെന്ന്. ഒരു 15 മിനിറ്റ്. ഇത് പിന്നെ നിങ്ങൾ ടെസ്റ്റിനൊരു ഒരു ഒരു ട്രയൽ, പിന്നെ നമുക്ക് നോക്കുമ്പോൾ ആ ടെസ്റ്റിനൊരു പേര് വേണമല്ലോ, അതാണ് ഈ നെയിം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് ആ പുതിയ ടെസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. 10 റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, 5 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, 10 ലോജിക്കൽ റീസണിങ്. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞൊരു സാധനം എന്താ വെച്ചാൽ, ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ലിമിറ്റഡ് ടൈമിൽ ഞാൻ പറഞ്ഞ പോയിന്റ് നമ്പർ 1, പരമാവധി PYQ ചെയ്യുക. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പരമാവധി പേഴ്സണലൈസ്ഡ് ആവുക. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് കൂടുതൽ പഠിക്കേണ്ടതില്ല, നിങ്ങൾ വീക്ക് ആയിട്ടുള്ള ടോപ്പിക്കുകൾക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റുക. അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ എങ്ങനെയാണ് നമ്മുടെ MYOT എന്നുള്ള ഫീച്ചറിലൂടെ, മേക്ക് യുവർ ഓൺ ടെസ്റ്റ് എന്നുള്ള ഫീച്ചറിലൂടെ, ഓക്കെ, ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം സെക്കൻഡ് പോയിന്റ് ഈസ് പേഴ്സണലൈസേഷൻ. തേർഡ് പോയിന്റ് ഈസ് മാസ്റ്റർ ദ ടഫ് ടോപ്പിക്സ്. ഓക്കെ, ഇപ്പം സാധാരണ ആളുകൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നോർമലി എക്സാമിന് ഇനി കുറച്ച് ദിവസമല്ലത്. അപ്പോൾ എല്ലാ ടോപ്പിക്കുകളും വൃത്തിയിൽ പഠിക്കാൻ സമയമല്ല. അത് ഇല്ലെങ്കിൽ കുറച്ച് ഈസി ടോപ്പിക് എന്ന് പറഞ്ഞാൽ ICT ടീച്ചിങ് റിസർച്ചൊക്കെയാണ്. ഞാൻ ഈസി ആയിട്ടുള്ള ടോപ്പിക്ക് പഠിക്കട്ടെ, ടഫായിട്ടുള്ള ടോപ്പിക്ക് പഠിക്കാൻ സമയമല്ല. സാധാരണ ആളുകൾ കരുതുന്ന, സാധാരണ ആളുകളുടെ അടുത്തേക്ക് വരുന്ന ഒരു ആസ്പെക്റ്റ് ആണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ സമയത്ത് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടഫ് ടോപ്പിക്കാണ്. ഈസി ടോപ്പിക് സൈഡ് കൂടെ പഠിച്ചോളൂ. അത് കാരണം എന്താ വെച്ചാൽ, നമ്മൾ എഴുതുന്നത് ഒരു നെറ്റ് എക്സാം, ഒരു കമ്പറ്റീറ്റീവ് എക്സാം ആണ്. കമ്പറ്റീറ്റീവ് എക്സാം എന്ന് പറഞ്ഞാൽ മത്സര പരീക്ഷയാണ്. മത്സര പരീക്ഷ എന്ന് പറഞ്ഞാൽ ഈ എക്സാം എഴുതുന്ന ബാക്കിയുള്ള ആളുകളുടെയും മാർക്ക് ഇമ്പോർട്ടൻ്റ് ആവുന്ന, ഈ എക്സാമിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്ന ആൾ നമ്മളായിരിക്കൽ നിർബന്ധമായിട്ടുള്ള എക്സാമുകളെയാണ് നമ്മൾ കമ്പറ്റീറ്റീവ് എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആളുകൾക്ക് ഉത്തരം ചെയ്യാൻ പറ്റാത്ത ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം ചെയ്യാൻ പറ്റണം. ഓക്കെ, ബാക്കിയുള്ള ആളുകൾക്ക് ഉത്തരം ചെയ്യാൻ പറ്റാത്ത ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം ചെയ്യാൻ പറ്റണം. ഓക്കെ, നമുക്ക് ഉത്തരം ചെയ്യാൻ പറ്റണം. സോ ബേസിക്കലി വാട്ട് വി കൻ സേ, നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള ടോപ്പിക് ഏതാണ്? UGC നെറ്റ് എക്സാമിന് നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള ടോപ്പിക് ഏതാണ്? നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള ടോപ്പിക്? ദർ ആർ എ ലോട്ട് ഓഫ് ടോപ്പിക്. മാത്സ് ഉണ്ട്, ഡാറ്റ ഉണ്ട്, ഓക്കെ, ലോജിക്കൽ ഉണ്ട്, ഓക്കെ, ഇങ്ങനെ മൾട്ടിപ്പിൾ ടോപ്പിക്കുകൾ. ഓക്കെ, ഹയർ എഡ്യൂക്കേഷൻ ഉണ്ട്. ഞാൻ പേപ്പർ 1 ആണ് ചോദിച്ചത്. ഡിഫറെൻറ്റ് സബ്ജക്റ്റിലെ ആളുകളുടെ ആയതുകൊണ്ട് നമുക്ക് പേപ്പർ 1 ഫോക്കസ് ചെയ്യാം.
ഓക്കെ, മാത്സ് ഉണ്ട്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്, ഓക്കെ, ലോജിക്കൽ റീസണിങ് ഉണ്ട്, ഓക്കെ, ദ അതർ വൺ എൻവിയോൺമെന്റ് ഉണ്ട്, ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ ഞാൻ പറയാം, അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ, ഞാൻ മെജോറിറ്റി ഓഫ് ദ കുട്ടികളുടെയും ഏരിയ അതായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. മെജോറിറ്റി ഓഫ് ദ കുട്ടികളുടെയും ടഫ് ആയിട്ടുള്ള ടോപ്പിക് മാത്സ്, ഡാറ്റ, ലോജിക്കലാണ്. അപ്പൊ നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്, നിങ്ങൾ ആ മെജോറിറ്റി പെട്ട ഒരാളാണെങ്കിൽ മാത്സ്, ഡാറ്റ, ലോജിക്കലാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് അതൊക്കെ ഈസിയാണ്, എൻവിയോൺമെന്റ്, ഹയർ എഡ്യൂക്കേഷൻ, ICT ആണെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതിലാണ് കേട്ടോ, നോ മാറ്റർ. പക്ഷെ ഞാൻ പറയുന്നത് മെജോറിറ്റി ഓഫ് ദ കേസുകളിലും നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഓക്കെ മാത്സ്, ഡാറ്റ, ലോജിക്കൽ റീസണിംഗ് എന്ന് പറയുന്ന 3 ടോപ്പിക്കാണ്. അവിടെയും തീർച്ചയായിട്ടും എയ്ഫറിന് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. രഘുൽ ഭായി അത് പറയും. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസംബർ എക്സാമിന് 11 ഷിഫ്റ്റ് എക്സാമിൽ മാത്സിലെ 55-ൽ 55 ചോദ്യം, ഡാറ്റയിൽ 55-ൽ 55 ചോദ്യം എയ്ഫർ മെറ്റീരിയൽ ബേസ്ഡ് ആണ് വന്നിട്ടുള്ളത്. 100% ചോദ്യം. ലോജിക്കൽ റീസണിങ്ങിലെ 55 51 ചോദ്യം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 51 52 51 ചോദ്യം എയ്ഫറിന്റെ കോണ്ടന്റ്, എയ്ഫറിന്റെ മെറ്റീരിയൽ നമ്മൾ ക്ലാസ് എടുത്തെന്നാണ് വന്നിട്ടുള്ളത്. ഒഫീഷ്യലി നമ്മളത് യൂട്യൂബിലൊക്കെ ചെയ്യുന്നുണ്ട്, ചെയ്തിട്ടുണ്ട്, പല സബ്ജക്റ്റുകളുടെ എല്ലാം നമ്മളത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ദ കംപ്ലീറ്റ് ടോപ്പിക്കുകൾ ഓക്കെ നമ്മൾ, ഐ മീൻ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ അത്രയ്ക്ക് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, അത്രയ്ക്ക് വീഡിയോസ് അവൈലബിൾ ആണ്, അത്രയ്ക്ക് ഡിസ്കഷൻസ് നമ്മൾ നടത്തുന്നുണ്ട്, ഓക്കെ, അത്രയ്ക്ക് ടോപ്പിക്കുകൾ ഓക്കെ നമ്മൾ വാട്ട് വീക്കെൻഡ്സ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്, ഓക്കെ, എന്നുള്ളതാണ് അതിലെ ഓക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ബേസിക്കലി, കാരണം ഈ സമയത്ത് പലരും സമയം കുറവാണല്ലോ എന്ന് കരുതിയിട്ട് ടഫ് ടോപ്പിക് നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാവാറുണ്ട്. സമയം കുറവാണ് എന്ന് കരുതി ഒരിക്കലും ടഫ് ടോപ്പിക്കുകൾ നെഗ്ലക്റ്റ് ചെയ്യരുത്. ദേ ആർ ഗോയിങ് ടു പ്ലേ എ വെരി വെരി ക്രൂഷ്യൽ ഇൻ ദ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ. ഞാൻ മാത്സ്, ഡാറ്റ, ലോജിക്കൽ എന്ന് പറയുന്നു, നിങ്ങൾ വേറെ 3 ആണെങ്കിൽ അത് മനസ്സിൽ കരുതുക. മാത്സ്, ഡാറ്റ, ലോജിക്കലിൽ നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന മാർക്കുകളായിരിക്കും നിങ്ങളെ അവസാന JRF ക്വാളിഫൈ ചെയ്യാനുള്ള, നെറ്റ് ക്വാളിഫൈ ചെയ്യാനുള്ള കട്ട് ഓഫിൽ നിന്ന് 3 മാർക്ക് കുറഞ്ഞ ആ സ്ഥലത്ത് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുക. ഓക്കെ, ആ സ്ഥലത്ത് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുക മാത്സ്, ഡാറ്റ, ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്ന ഓക്കെ ഈ 3 സംഭവങ്ങളായിരിക്കും. ഓക്കെ, ക്ലിയർ. അപ്പം ടഫ് ടോപ്പിക്കുകൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആ പ്രയോറിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോന്നും ആദ്യം PYQs നോക്കുക, ഓക്കെ, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക, അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ഒന്നുകൂടി പേഴ്സണലൈസ്ഡ് ആവുക, നിങ്ങളെ നീഡിനനുസരിച്ചിട്ടാവുക. ഓക്കെ, മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ പറഞ്ഞത് ടഫ് ടോപ്പിക്കുകൾ പഠിക്കുക. അല്ലേ, നമ്മുടെ ടഫ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതാണോ ആ ടോപ്പിക്കുകൾ പഠിക്കുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട്. ഓക്കെ, മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ AI കാലത്താണ്, ടെക്നോളജിയുടെ കാലത്ത്. ഞാൻ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, പക്ഷെ അത് എപ്പോഴും എല്ലാവർക്കും ഇൻസൈറ്റ്ഫുൾ ആക്കുന്ന ഒരു ചോദ്യമാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ ഒന്നുകൂടി ചോദിക്കുകയാണ്. അത് പ്രിപ്പറേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. AI കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ ക്വാളിഫൈ ചെയ്യുക എന്നുള്ള പ്രോസസ്സിനെ ഈസി ആക്കുന്നു, ടഫ് ആക്കുന്നു? എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ? AI UGC നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാൻ വിദ്യാർത്ഥികൾക്ക് അത് ഈസിയർ പ്രോസസ് ആക്കുന്നോ, ടഫർ പ്രോസസ് ആക്കുന്നു? വാട്ട് യു ഫീൽ? AI എന്താണ് ചെയ്യുന്നത്? AI ഈസി ആക്കുന്നു എന്ന് അഭിപ്രായമുള്ളവരുണ്ടാവും, ഓക്കെ, ടഫ് ആക്കുന്നു അഭിപ്രായമുള്ളവരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. പക്ഷെ ദ തിങ് ഈസ് AI ടഫർ ആക്കുന്നു. ക്വാളിഫയിങ് എക്സാമുകൾ, ഇപ്പം UG എക്സാം, PG എക്സാം പോലെയുള്ള എക്സാമുകൾ ജയിക്കാൻ AI കൂടുതൽ ഈസി ആക്കുന്നു. മൈൻഡ് മാപ്പ്, മറ്റ് പല കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ കമ്പറ്റീറ്റീവ് എക്സാമിനേഷനെ സംബന്ധിച്ച് AI ഇത് കൂടുതൽ ടഫറാക്കുന്നു. എങ്ങനെ ടഫറാക്കുന്നത്? മുമ്പ് ഇതിൻ്റെ ഒരു ബേസിക് പുസ്തകങ്ങൾ നിങ്ങൾ പഠിച്ചാൽ മതിയായിരുന്നു. ഇപ്പം നിങ്ങൾ ബേസിക് പുസ്തകങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ. ആ ബേസിക് പുസ്തകങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള AI ടൂളുകൾ, AI മൈൻഡ് മാപ്പുകൾ, AI ഓഡിയോസ്, ബാക്കിയുള്ള കാര്യങ്ങളും കേൾക്കാൻ പറ്റണം. ഓക്കെ, ബാക്കിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ AI എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, മുമ്പത്തതിനേക്കാളേറെ കോണ്ടന്റ് കിട്ടുക, കോണ്ടന്റ് ക്രിസ്പ് ആക്കുക, കോണ്ടന്റ് നോട്ടാക്കുക എന്നുള്ളത് ഈസിയർ ആക്കുന്നു. അല്ലെ, മുമ്പ് ഒരു മൈൻഡ് മാപ്പ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് എഫേർട്ട് എടുക്കണമായിരുന്നു. മുമ്പൊന്ന് സമ്മറൈസ് ചെയ്യാൻ നമുക്ക് ഒരുപാട് എഫേർട്ട് ഇടണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെ അടുത്തും മൈൻഡ് മാപ്പ് ഉണ്ടാവില്ല. ഇപ്പോൾ ഐഡിയ ഉള്ള ആളുകൾക്ക് ജസ്റ്റ് ക്ലോഡക്കോ ജെമിനിക്കോ കൊടുത്തിട്ട് ഗീവ് മി മൈൻഡ് മാപ്പ് അങ്ങ് പറഞ്ഞാൽ മൈൻഡ് മാപ്പ് അങ്ങ് കിട്ടും. ഓക്കെ, അവിടെ എന്താ സംഭവിക്കുന്നത്? അപ്പം അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ, പ്രിപ്പറേഷൻ പ്രോസസ്സിനെ AI സിമ്പിൾ ആക്കുന്നു. പക്ഷേ ആ എക്സാം ക്വാളിഫൈ ചെയ്യാന്നുള്ളത് തന്നെ ടഫറാക്കുന്നു. എന്തുകൊണ്ടാ?
ഇത് പ്രിപ്പയർ ചെയ്യുന്ന കുറേ ആളുകൾ AI ഉപയോഗിക്കുന്നുണ്ട്. AI ഡിഫറെൻറ്റ് ആസ്പെക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് അവരുടെ ടൈം സേവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ ഗ്യാപ്പിലേക്ക് കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് അതിനേക്കാളേറെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. ഓക്കെ, അതിന് അതിനെന്ത് സംഭവിക്കുന്നു? അവിടെയാണ്. അപ്പോൾ AI ടെക്നോളജി ക്രിയേറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് UGC നെറ്റ് എക്സാമിൻ്റെ പേപ്പർ വണ്ണിൻ്റെ സിലബസ് നിങ്ങൾ ജെമിനിക്കും കൊടുക്കുക, ChatGPTക്കും കൊടുക്കുക, ക്ലൗഡുക്കും കൊടുക്കുക. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 300 പേജ് നോട്ട് തരും എന്ന് പറഞ്ഞാൽ 300 പേജ് നോട്ട് തരും. അതിൽ കുറേ സിമിലാരിറ്റി ഉണ്ടാവും, കുറേ എക്സ്ട്രാ ഉണ്ടാവും. അപ്പോൾ AI ക്രിയേറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഓക്കെ, കോണ്ടന്റ് ഇറലവൻ്റ് ആക്കുന്നു എന്നുള്ളതാണ്. കാരണം എല്ലാവരുടെ അടുത്തും കോണ്ടന്റാണ്, എല്ലാവരുടെ അടുത്തും മെറ്റീരിയലാണ്, എല്ലാവരുടെ അടുത്തും മൈൻഡ് മാപ്പാണ്, എല്ലാവരുടെ അടുത്തും ഓഡിയോ ആണ്, എല്ലാം നോട്ടോ വാട്ടർ ഇറ്റ് ഈസ്. എല്ലാവരുടെ അടുത്തും വോയിസ് കേട്ടിട്ട് നോഷനോ വേറെ അതോ വഴിയിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള നോട്ടുകളാണ്. എല്ലാവരുടെ അടുത്തും ഇതൊക്കെ ഉണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് എന്നാലോ കുറച്ചാളെ ജയിക്കുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ടൈമിൽ, അതേസമയം ഇവിടെയൊക്കെ മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള കുറേ ഫെസിലിറ്റീസ് നമ്മളെ പ്രിപ്പറേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരിക്കലും നമ്മൾ ഒരു ദിവസത്തെ സമയം കൂട്ടുന്നില്ല. ഓക്കെ, നമ്മളെ പഠിക്കാനുള്ള സമയം ഒരിക്കലും AI കൂട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഓക്കെ, ഇന്നത്തെ കാലത്ത് ആർക്കാണോ അവൈലബിൾ ആയിട്ടുള്ള, ഓക്കെ, ആർക്കാണോ അവൈലബിൾ ആയിട്ടുള്ള ലിമിറ്റഡ് ടൈമിൽ, ഓക്കെ, ആർക്കാണോ അവൈലബിൾ ആയിട്ടുള്ള ലിമിറ്റഡ് ടൈമിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അവരുടെ ടൈം യൂസ് ചെയ്യാൻ പറ്റുന്നത്, അവർ ക്വാളിഫൈ ചെയ്യും, അവർ വിജയിക്കും. ദാറ്റ്സ് വാട്ട്സ് ഗോയിങ് ടു ബി ദ ഫ്യൂച്ചർ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇനി എക്സാമിന് 70 ഡേയ്സേ ഉള്ളൂ. ആ 70 ഡേയ്സിൽ ആർക്കാണോ ഏറ്റവും നന്നായിട്ട് സമയം ഉപയോഗിക്കാൻ പറ്റുക, ആർക്കാണോ ചുരുങ്ങിയ സമയം കൊണ്ട് മൈൻഡ് മാപ്പ് നോക്കാൻ പറ്റുക, ആർക്കാണോ ചുരുങ്ങിയ സമയം കൊണ്ട് അവർക്ക് ആവശ്യമുള്ള കാറ്റഗറൈസ്ഡ് ക്വസ്റ്റ്യനിലെ ലോജിക്കൽ ലീസ്റ്റിങ്ങിലെ ലോജിക്കൽ ഇക്വാലൻസി മാത്രം നോക്കാൻ പറ്റുന്നത്, ആർക്കാണോ മൾട്ടിപ്പിൾ ടൈം റിവൈസ് ചെയ്യാൻ പറ്റുന്നത്, ആർക്കാണോ ആവശ്യമില്ലാത്തത് പഠിക്കാതിരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഏയുടെ കാലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്ത് പഠിക്കണം എന്നുള്ളതിനേക്കാളേറെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് പഠിക്കേണ്ട എന്നുള്ളത്. ഓക്കെ, രണ്ട് കാര്യങ്ങളാണ് ഇന്ന് പ്രിപ്പറേഷനിൽ നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ട ചോദ്യം. എന്ത് പഠിക്കണം, എന്ത് പഠിക്കേണ്ടതില്ല, ദ ഫസ്റ്റ് തിങ്. ഓക്കെ, എന്ത് പഠിക്കണം, എന്ത് പഠിക്കേണ്ടതില്ല ഇസ് ദ ഫസ്റ്റ് തിങ്. ദ സെക്കൻഡ് തിങ്, പഠിക്കേണ്ട കാര്യങ്ങൾ ആദ്യം ഏത് പഠിക്കണം. ഓക്കെ, പഠിക്കേണ്ട കാര്യങ്ങളിൽ ആദ്യം ഏത് പഠിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം മനസ്സിലായോ? അപ്പോൾ AI ഇന്നത്തെ കാലത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഓക്കെ, എന്ത് പഠിക്കണം, എന്ത് പഠിക്കേണ്ടതില്ല എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്, എന്ത് പഠിക്കണം, എന്ത് പഠിക്കേണ്ടതില്ല. രണ്ടാമത്തെ ആസ്പെക്ട്, ഈ പഠിക്കണം എന്ന് പറയുന്ന സംഭവങ്ങളിൽ തന്നെ ആദ്യം ഏത് പഠിക്കണം. ഓക്കെ, ഏതായാലും പഠിക്കേണ്ടത് എന്താണെന്നുള്ളത് നമ്മൾ തീരുമാനിച്ചു. ഓക്കെ, പഠിക്കേണ്ടത് എന്താണെന്നുള്ളത് നമ്മൾ തീരുമാനിച്ചു. അതിൽ ആദ്യം എന്ത് പഠിക്കണം, ഓക്കെ, രണ്ടാമതായിട്ട് എന്ത് പഠിക്കണം എന്നുള്ളതാണ് ബേസിക്കലി ദ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയൊരു ആസ്പെക്ട് കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ, വി ഹാവ് ലേണിംഗ് മെറ്റീരിയൽസ്. നമ്മളെ ലേണിംഗ് പാത്തിൽ നമ്മുടെ വാട്ട് വി കെൻ സേ കാറ്റഗറൈസ്ഡ് ലേണിംഗ് മെറ്റീരിയൽസ്. അപ്പോൾ ഇതിൽ ഞാൻ എൻവയോൺമെൻറ്റ്. അപ്പം മെറ്റീരിയൽ കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമല്ല, കിട്ടിയ മെറ്റീരിയൽ, ഓക്കെ, മെറ്റീരിയൽ കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമല്ല, കിട്ടിയ മെറ്റീരിയലിൽ ഏതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് പഠിക്കേണ്ടത് നോക്കാം. നമ്മളെ മെറ്റീരിയൽ നമ്മൾ ഇങ്ങനെയാണ് ആക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, ദ ടോട്ടൽ കോണ്ടന്റിനെ നമ്മൾ മൂന്നായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കോർ ഫോക്കസ്. അപ്പോൾ ഹോൾ എൻവയോൺമെന്റിൽ നിങ്ങൾ ആദ്യം വായിക്കേണ്ടത് ഇതാണ്. നിങ്ങൾക്ക് എത്ര സമയം കുറവാണെങ്കിലും നിങ്ങൾ മിനിമം നിങ്ങൾ കോർ ഫോക്കസ് ആയിട്ടുള്ള ഏരിയാസ് നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, മിനിമം നിങ്ങൾ കോർ ഫോക്കസ് ആയിട്ടുള്ള ഏരിയാസ് വായിക്കണം. കാരണം ഈ കോർ ഫോക്കസ് ആയിട്ടുള്ള ഏരിയാസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ ഈ കോർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി സമയമുണ്ട്. നിങ്ങൾ കോർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഡീപ്പ് ഡൈവ് പഠിക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഡീപ്പ് ഡൈവ് പഠിക്കേണ്ടത്. അതായത് ഇതൊരു കുറച്ചൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, എന്നാലോ കോർ ഫോക്കസിൻ്റെ അത്രയൊക്കെ വരാറില്ല. ഓക്കെ, ഒരു 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 ആവറേജ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു മോഡറേറ്റ് എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് വരുമ്പോൾ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡീപ്പ് ഡൈവ് എന്നുള്ള ഒരു ആസ്പെക്ട് നമ്മൾ പറയുന്നത്. ഇനി അതും കഴിഞ്ഞു, പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ബിയോണ്ട് ദ ഹൊറിസോൺ ആണ്. വൺസ് ഇൻ എ വൈലൊക്കെ വരുന്ന, ഓക്കെ, നോർമലി അങ്ങനെ തരാത്ത കോൺസെപ്റ്റ് ഓഫ് പീപ്പിൾ, ഓക്കെ, സംഭവങ്ങളാണ് നമുക്ക് എന്തിൽ വരുന്നത്. ഓക്കെ, നമുക്ക് എന്തിൽ വരുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് ബിയോണ്ട് ദ ഹൊറിസോൺ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ നമ്മളെ മെറ്റീരിയലിൽ തന്നെ ഫർദർ ക്ലാസിഫിക്കേഷൻ വരുത്തുന്നു. കാരണം എന്താ, ഇനിയുള്ള ദിവസങ്ങളിൽ ഏത് ടോപ്പിക്കുകളാണ് നിങ്ങൾ കൂടുതൽ പഠിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഏത് ടോപ്പിക്കുകളാണ് ഏറ്റവും കൂടുതൽ പഠിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ അവസാന എക്സാമിന് വളരെ കുറഞ്ഞ ദിവസങ്ങളിൽ ആളുകൾ
നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി, ഏറ്റവും ആളുകൾ പെടുന്ന ഏറ്റവും വലിയ ട്രാപ്പ് നമ്മൾ പറയാറുണ്ട് ലേണിംഗ് ഡോപ്പമിൻ ട്രാപ്പ് എന്ന് പറയും. അതായത് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും ഓരോന്നായിട്ട്, ഈ ബുക്ക് ആ ബുക്ക്, വീഡിയോ കാണുന്നുണ്ടാവും, യൂട്യൂബ് കാണുന്നുണ്ടാവും, അടുത്ത എക്സാം കാണുന്നുണ്ടാവും, അതിന് നമുക്കിങ്ങനെ ഡോപ്പമിൻ ഉണ്ടാവും, നമുക്കിങ്ങനെ പ്ലഷറും കിട്ടുന്നുണ്ടാവും, ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷേ ആ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന് പഠിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, പക്ഷേ അത് എക്സാക്ട്ലി എക്സാമിന് വേണ്ട കാര്യങ്ങളാവില്ല. എക്സാമിന് വേണ്ട കാര്യങ്ങളാണ് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവാമെന്ന് വെച്ചാൽ പ്രീവിയസ് ആയിട്ടുള്ള എക്സാം ഡീറ്റെയിൽ ആയിട്ട് അസസ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തിട്ട് മാത്രമാണ്, ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്താൽ മാത്രമാണ് നമുക്കത് മനസ്സിലാവാം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ഏരിയയാണ് ദ ഹോൾ, എല്ലാ മെറ്റീരിയലിലും കോറായിട്ട് പഠിക്കേണ്ടത്, ഡീപ്പ് ഡൈവ് ആയിട്ട് പഠിക്കേണ്ടത്, ബിയോണ്ട് ദ ഹൊറിസോൺ. എക്സാമുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് ബാക്കിയുള്ള കാര്യങ്ങൾ, ഏറ്റവും പ്രിയോറിറ്റി ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ബാക്കിയുള്ള ഒരു ആസ്പെക്റ്റുകൾ. സോ ദിസ് ഈസ്, അതാണ് അടുത്തൊരു ആസ്പെക്റ്റിൽ. അതിൽ നമ്മൾ എയ്ഫറിൽ നമ്മൾ വാട്ട് വി കൻ സേ, നമ്മൾ ശ്രദ്ധിക്കുന്ന വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റെന്താന്ന് ചോദിച്ചാൽ നമ്മൾ കുറേ പഠിക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ ഡോപ്പമിൻ ലേണിംഗ് ട്രാപ്പ്, ആ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ടാവും. ആ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ടാവും. നമ്മൾ എന്താ പറയുക, നമ്മൾ കുറേ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. നമ്മൾ കുറേ നേരം നോക്കുന്നുണ്ടാവും, വായിക്കുന്നുണ്ടാവും, പഠിക്കുന്നുണ്ടാവും. പക്ഷേ അത് എക്സാക്ട്ലി എന്താണോ ഈ എക്സാമിന് വേണ്ടത്, എന്താണോ ഈ എക്സാമിന് വേണ്ടത് അതായിരിക്കില്ല. എന്താണോ ഈ എക്സാമിന് വേണ്ടത് അതായിരിക്കണം എന്നില്ല. അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ആ സമയത്ത് മേ ബി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് നമ്മൾ വാട്ട് വി കൻ സേ അതിൽ. അതായത് നമ്മളിങ്ങനെ ഓരോരോ ആസ്പെക്ട് ഉണ്ട്. അപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ അടുത്തൊരു ആസ്പെക്ട് പറയാം. നമ്മൾ എക്സാമിനൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് കാണിക്കുന്ന ബ്ലൂ പ്രിൻ്റ് എന്നുള്ളൊരു ആസ്പെക്ട് ഉണ്ട്. ഒന്നുകൂടി പ്രിയോറിറ്റൈസേഷൻ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതാണ് നിങ്ങളിപ്പോൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ ഈ ടോപ്പിക്കുകളൊക്കെയാണ് പഠിക്കേണ്ടത്, ഇതാണ് കൂടുതൽ ചോദിക്കുന്നത്. കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾ ഈ ടോപ്പിക്കുകളൊക്കെയാണ് നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കേണ്ടത്. ലോജിക്കൽ റീസണിങ്ങിൽ നിങ്ങൾ ഈ ടോപ്പിക്കുകളൊക്കെയാണ് പഠിക്കേണ്ടത്. ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ നിങ്ങൾ ഈ ടോപ്പിക്കുകളൊക്കെയാണ് പഠിക്കേണ്ടത്. അപ്പം ഈ ഓരോരോ ടോപ്പിക്കുകളിലും ഓരോരോ ആസ്പെക്റ്റുകളിലും ഏതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഓരോരോ ആസ്പെക്റ്റുകളിലും ഏതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതും അതിനനുസരിച്ച് വാട്ട് വി കൻ സേ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതും വാട്ട് വി കൻ സേ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ദിസ് ഈസ് എ പെനൾട്ടിമേറ്റ് വൺ ആൻഡ് ദ ഫൈനൽ വൺ. അവസാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ അവസാന സമയത്ത് ഒരുപാട് പഠിക്കും നമ്മൾ, അല്ലേ? ഒരുപാട് നമ്മൾ പഠിക്കാൻ ശ്രമിക്കും. ഈ ഒരുപാട് പഠിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ നേരിടുന്ന ഞാൻ പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് ഈ പ്രിയോറിറ്റൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് ചോദിച്ചാൽ, മുമ്പുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് കണ്ടന്റ് കുറച്ച് അധികമുള്ള കാലത്താണ് നമ്മളുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു ടോപ്പിക്ക് നമുക്ക് ടഫ് ആണെങ്കിൽ ആ ടോപ്പിക്ക് ബേസിക്കലി ഈ ടോപ്പിക്ക് ഇപ്പോൾ ഏതാണ്, ഈ ടോപ്പിക്ക് എവിടെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, വളരെ ടഫായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഗെയിൻ, അതായത് ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ആർക്കാണോ ഏറ്റവും നന്നായിട്ട് സമയം മാനേജ് ചെയ്യാൻ പറ്റുന്നത് അവർ ക്വാളിഫൈ. അത് എന്തിലും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിലും ഇമ്പോർട്ടൻ്റ്. ഐ വിൽ ജസ്റ്റ് ഷോ അനദർ തിങ്. നമ്മളെ ഈഫറേറ്റ്സിൻ്റെ ഒക്കെ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. വി ഹാവ് ദ പ്രോഗ്രസ് റിപ്പോർട്ട്. പ്രോഗ്രസ് റിപ്പോർട്ട് എന്നുള്ളതാണ്. ദിസ് ഈസ് എ പ്രോഗ്രസ് റിപ്പോർട്ട്. ഇതിപ്പോൾ പേപ്പർ 1-ൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടാണ്. പേപ്പർ 1-ൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടാണ്. പേപ്പർ 1-ൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ പേപ്പർ 1-ൻ്റെ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ടോപ്പിക് അറിയില്ല എന്ന് കരുതുക. ആ പെർട്ടിക്കുലർ ടോപ്പിക് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആ ടോപ്പിക് നിങ്ങൾക്ക് പോയി പഠിക്കണം. അപ്പോൾ നമുക്ക് ഒരുപാട് കംപ്ലീറ്റ് ടോപ്പിക് ഓൾറെഡി നിങ്ങൾക്ക് റെക്കോർഡിങ്സ് അവൈലബിൾ ആണ്. നിങ്ങൾ ഇന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നാളെ തന്നെ നിങ്ങൾക്ക് റെക്കോർഡിങ്സ് അവൈലബിൾ. ആ റെക്കോർഡിങ്സ് കറക്റ്റായിട്ട് ഏത് വീഡിയോയിലാണ് എവിടെയാണ് ഉള്ളത് എന്നുള്ളത് പലർക്കും പലപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. കറക്റ്റ്, നിങ്ങൾക്ക് ഡിജിറ്റൽ പെഡഗോഗിയാണ് കാണേണ്ടതെങ്കിൽ നിങ്ങൾക്ക് 1.11 ഇൻഡെക്സ് വീഡിയോയിലെ മോഡേൺ ഓർ ICT ബേസ്ഡ് വീഡിയോ നിങ്ങൾ കാണുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ദാറ്റ്സ് ഇറ്റ്. അതാണ് അതിൻ്റെ ഒരു ബേസിക് ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ബേസിക് ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഓരോരോ ടോപ്പിക്കുകൾ, ഓരോരോ വീഡിയോയിൽ ഏതൊക്കെ സബ് ടോപ്പിക്കാണുള്ളത്. നിങ്ങൾ ബേസിക് മാത്സ് ലൈവ് പാർട്ട് 2-ൽ ഫ്രാക്ഷൻസും ഡെസിമൽസും LCM HCF മിക്സഡ് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആണുള്ളത്. നിങ്ങൾക്ക് എമ്പതി ഫീഡ്ബാക്കിന് ഇന്റർപേഴ്സണൽ കോണ്ടെക്സ്റ്റ് ആണ് നിങ്ങൾക്ക് കാണേണ്ടതെങ്കിൽ നിങ്ങൾ
4.17 വീഡിയോ ആണ് കാണേണ്ടത്. അപ്പം നമ്മൾ ഇതൊക്കെ എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ പ്രോസസ്സ് വളരെ ഈസിയർ ആക്കുക. ഒന്നുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ സമയത്ത് എക്സാം ക്വാളിഫൈ ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവൈലബിൾ ആയിട്ടുള്ള സമയം നമുക്ക് ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഈ അവൈലബിൾ ആയിട്ടുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള സമയം ഏറ്റവും നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ള പർപ്പസോട് കൂടിയിട്ടാണ് നമ്മൾ ഈ സെറ്റ് ഓഫ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ദ ഫൈനൽ തിങ്, എക്സാമിന് ഏറ്റവും കൂടുതൽ പഠിക്കുന്ന കുട്ടികൾ നേരിടുന്ന ഒരു ട്രബിൾ ആണ് എന്താണ് നമ്മളൊക്കെ പരീക്ഷയ്ക്ക് കുറേ പഠിച്ചു പോയി പരീക്ഷ എഴുതുമ്പോൾ നേരിടുന്ന ഏറ്റവും വലിയൊരു ട്രബിൾ? ഒരുപാട് ട്രബിളുകളുണ്ട്. അതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ട്രബിൾ വാട്ട് ഇസ് ഇറ്റ്? പഠിച്ചാൽ മറന്നു പോവുക, അല്ലേ? പഠിച്ചാൽ മറന്നു പോകും. ഓൾമോസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ പഠിച്ചാൽ മറന്നു പോകുന്നത് എന്ന് ചോദിച്ചാൽ ബേസിക്കലി ഇറ്റ്സ് നമ്മളൊക്കെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടി പറയാണ്, ഗോൾഡൻ റൂൾ ഓഫ് ലേണിംഗ് നമ്മൾ പഠിക്കുന്നതിന് മുമ്പേ പഠിക്കുന്നില്ല. ഗോൾഡൻ റൂൾ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് ടൈം ലേണിംഗ് നെവർ കൗണ്ട്സ്. നിങ്ങൾ ഒരു കാര്യം ആദ്യത്തെ തവണ പഠിക്കുന്നത് കണക്കിൽ കൂട്ടില്ല. അല്ലെങ്കിൽ ഒന്നുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം ആദ്യമായിട്ട് പഠിക്കുന്നതിൽ മെജോറിറ്റി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. എന്തുകൊണ്ടാണ് നമുക്ക് മറന്നു പോകുന്നു എന്നുള്ള ഗിൽറ്റ് ഉണ്ടാവുന്നത്, മറന്നു പോകുന്നു എന്നുള്ള ടെൻഷൻ ഉണ്ടാവുന്നത്, സങ്കടം ഉണ്ടാവുന്നത്? അതിൻ്റെ മെയിൻ റീസൺ, നമ്മൾ ഒറ്റ തവണ പഠിച്ചതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും നമ്മൾ കരുതും. അതൊരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ ഈ എക്സാമിന് ഈ ലിമിറ്റഡ് ടൈം, അവസാനത്തെ സമയം എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ നമ്മൾ ലിമിറ്റഡ് ടൈമിൽ ഒരുപാട് പഠിക്കാൻ ശ്രമിക്കും. ഒരുപാട് പഠിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്തുണ്ടാവില്ല, റിവിഷൻ എന്നുള്ള ഒരു പ്ലാനിങ് നമുക്ക് ഉണ്ടാവില്ല. റിവിഷൻ എന്നുള്ള ഒരു ശ്രമമേ നമ്മൾ നടത്തില്ല. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എത്രത്തോളം നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ പറ്റും അത്രത്തോളം നിങ്ങൾ റിവിഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ എയ്ഫറിൻ്റെ ഒരു ആസ്പെക്റ്റിലേക്ക് പറയാം. എയ്ഫറിൻ്റെ ആസ്പെക്റ്റിൽ നമ്മൾ ഓൾറെഡി നിങ്ങൾ ചെയ്താണെങ്കിൽ ആപ്പിൽ കംപ്ലീറ്റ് റെക്കോർഡിങ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഒരു തവണ നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കും. നമ്മൾ ഇന്നലെ പ്രീമിയർ മാരത്തോൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടോട്ടൽ റിവിഷൻ വേറെയും നടത്തുന്നുണ്ട്. ഇന്നലെ നമ്മൾ ലോജിക്കൽ ലിസണിങ്ങിൻ്റെ റിവിഷൻ ആയിരുന്നു. ഇന്നലെ വൈകിട്ട് 5 മുതൽ രാത്രി 12-12:30 വരെ ലോജിക്കൽ ലിസണിങ് കംപ്ലീറ്റ് ഇന്നലെ ഒരട്ടം പഠിച്ചു, ഇല്ലെങ്കിൽ പഠിച്ചവർ ഒരട്ടം റിവൈസ് ചെയ്തു. ഇനി വേറെയും ലോജിക്കൽ ലിസണിങ്ങിൻ്റെ റിവിഷൻ വരും. പിന്നെ JRF ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് വേറെയും റിവിഷൻ വരും. പിന്നെ അവസാനം റിവിഷൻ എന്ന് പറഞ്ഞിട്ട് റിവിഷൻ വരും. ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കും 4-5 തവണ റിവൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പോലും എയ്ഫർ ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ അപ്പോഴാണ് നമുക്കിത് കൂടുതൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുക. ദ മോർ റിവിഷൻ വി ഹാവ്. അപ്പം അതിനുള്ള പ്ലാറ്റ്ഫോം നമ്മൾ ഉണ്ടാക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞിട്ടുള്ളത്, ഇറ്റ്സ് പോസിബിൾ നമുക്കൊരു 70 ഡേയ്സിൽ ഏറ്റവും മെജോറിറ്റി ആയിട്ടുള്ള സമയം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. ഞാൻ പറഞ്ഞ ആ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ദ പോയിന്റ്സ് ആർ the PYQ, the personalization aspect, focusing on the tough topics and prioritization, core areas, what not to study എന്നുള്ളതിനേക്കാളേറെ അവൈലബിൾ സമയം ആരാണ് ഏറ്റവും നന്നായി പഠിക്കുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്. അതോടൊപ്പം തന്നെ പറ്റാവുന്നത്ര പരമാവധി റിവിഷൻ ചെയ്യുക എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്. ഇനി അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മളൊക്കെ എങ്ങനെയാണ് യുണീക്കായിട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ആപ്പിലൊക്കെ കാണിച്ചു തന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരുപാട് 6ഓളം ടേമുകളിൽ തുടർച്ചയായിട്ട് കേരളത്തിൽ നമുക്ക് ഒന്നാമതാവാൻ പറ്റിയിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം 400-ലധികം 450-ലധികം നെറ്റും 46ഓളം JRFും കിട്ടാൻ സാധിച്ചിട്ടുള്ളത്. ഒരുപാട് 410ഓളം ടോട്ടൽ JRF ഒക്കെ നമുക്ക് ക്വാളിഫൈ ഇതുവരെ സാധിച്ചിട്ടുള്ളത്. 3800-ലധികം നെറ്റൊക്കെ അതുകൊണ്ടാണ്. അപ്പോൾ ഈ നിങ്ങൾ വെരി സീരിയസ് ഓഫ് പ്രിപ്പറേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വെക്കേഷൻ ബാച്ച് ഉണ്ട്. നമ്മൾ ജൂൺ എക്സാമിനെ തന്നെ ഫോക്കസ് ചെയ്യുന്ന വെക്കേഷൻ ബാച്ച് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ രഘുൽ ഭായ് ഉടനെ തന്നെ പറയും. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതേസമയം നിങ്ങൾ തീരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, കുറച്ചുകൂടി ലോങ് ടേം ആണ്, ഇപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ള ബാച്ച് ഉണ്ട്. അതായത് ഇപ്പം നിങ്ങൾക്ക് ജൂണിലേക്കുള്ള കംപ്ലീറ്റ് ഫെസിലിറ്റീസും കിട്ടും, നിങ്ങൾക്ക് ഡിസംബർ എക്സാമിലേക്കുള്ള കംപ്ലീറ്റ് ഫെസിലിറ്റീസും കിട്ടും. അതിനെക്കുറിച്ചും രഘുൽ ഭായ് പറയുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ ഓപ്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇഫ് യു ആർ വെരി സീരിയസ് അബൌട്ട് ഏത് എക്സാം പ്രിപ്പറേഷൻ ക്വാളിഫൈ ചെയ്യുന്നതിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഏറ്റവും നല്ല സ്ട്രാറ്റജി ഫോളോ ചെയ്യാവുന്ന ഏറ്റവും നല്ല സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അതാണ്. ഏറ്റവും നല്ല സ്ട്രാറ്റജി അറിയാനുള്ള സിമ്പിൾ സൊല്യൂഷൻ, ഏത് സ്ട്രാറ്റജിയാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കുന്നത്? തുടർച്ചയായിട്ട് 6 തവണ കേരളത്തിൽ ഒന്നാമതായിക്കൊണ്ടിരിക്കുന്ന എയ്ഫർ ഹാസ് എ ബെസ്റ്റ് സ്ട്രാറ്റജി ടു പ്രിപ്പയർ ഫോർ UGC നെറ്റ് എക്സാം. സോ ഹോപ്പ്ഫുള്ളി അടുത്തൊരു ഒരു സെഷനുകളിൽ എയ്ഫറിൽ വീണ്ടും കാണാം. സീരിയസ് ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ നിങ്ങൾക്ക് ചോദിക്കാം. നമ്മുടെ വെക്കേഷൻ ബാച്ചിൻ്റെ എൻക്വയറി ആസ്പെക്റ്റുകൾ, അതുപോലെ ആപ്പിൻ്റെ ലിങ്കുകൾ, നമ്മുടെ ഫ്രീ കമ്മ്യൂണിറ്റിൻ്റെ ലിങ്കുകളൊക്കെ ചാറ്റ് ബോക്സിൽ ഉണ്ടായിരിക്കും. സോ ഡീറ്റെയിൽ ആയിട്ട് ഹൗ എയ്ഫർ വർക്ക്സ്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുക, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് പോലെയുള്ളതൊക്കെ രഘുൽ ഭായ് രഘുൽ സാറ് പറയുന്നതായിരിക്കും. ഹീ ഈസ് എൻ എക്സ്പേർട്ട് ഇൻ ദാറ്റ് റിഗാർഡിംഗ് പ്രിപ്പയറിംഗ് ഹൗ ദ എയ്ഫർ പ്ലാറ്റ്ഫോം വർക്ക്സ്, ഹൗ ദ എയ്ഫർ സിസ്റ്റം വർക്ക്സ്.
ബോക്സ് എന്നുള്ളത്. ജസ്റ്റ് 1 minute റിഗാർഡിംഗ് ദ പ്രിപ്പറേഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാം. ഓക്കെ, എൽസ് ഹൗ എയ്ഫർ സിസ്റ്റം വർക്ക്സ്, എങ്ങനെയാണ് ഇത്രയധികം യുണീക്ക് സിസ്റ്റം എയ്ഫർ കുട്ടികളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കോഴ്സ് സിസ്റ്റം, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മെക്കാനിസം, ഓക്കെ പോലെയുള്ള സംഭവങ്ങളൊക്കെ. ഓക്കെ, രഘുൽ വിൽ ബി ഗിവിംഗ് എ ക്ലാരിറ്റി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സ് ചോദിക്കുക. റിഗാർഡിംഗ് ദ പ്രിപ്പറേഷൻ, റിഗാർഡിംഗ് ദ കോഴ്സ് ഒക്കെ പലരും ചോദിക്കുന്നുണ്ട്. രഘുൽ അതിനെക്കുറിച്ച് പറയും. റിഗാർഡിംഗ് ദ പ്രിപ്പറേഷൻ, റിഗാർഡിംഗ് ദ അതർ ആസ്പെക്ട്സ്. ഓക്കെ, യാ. സോ കീ ആയിട്ടുള്ള ഞാൻ പറഞ്ഞ പോയിന്റുകൾ മനസ്സിലാക്കുക. ദ മോർ PYQ യു ഡു, ഫോക്കസ് ദ ഏരിയാസ്, ഓക്കെ, ദ മാക്സിമം റിവിഷൻ, സ്റ്റഡി ദ ടഫ് ടോപ്പിക്സ്. ഓക്കെ, that's what is crucial in this period. Okay, Ragul, you can take over. Thank you, Nisar. Okay, all right. Once again. So, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരുവിധം പ്രിപ്പറേഷൻസ്, അതായത് നമ്മുടെ ഇനീഷ്യലി മീറ്റിംഗിന്റെ ഒരു അജണ്ട അതായിരുന്നു, എന്താണ് 70 ഡേയ്സിൽ എങ്ങനെ നമുക്ക് JRF അല്ലെങ്കിൽ നെറ്റ് കിട്ടും എന്നുള്ള ഒരു കാര്യത്തിനെ പറ്റിയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണ്. ഐ ഗെസ് നിങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു ഡൗട്ട് കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലെ? ഒരുപാട് പേർക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒരു തംസപ്പ് തരാമോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട്സ് കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒരു തംസപ്പ് തരും. എങ്ങനെയാണ് ഇതിന്റെ പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾക്ക് ക്ലിയർ ആയി. സനയ്ക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ഓൾറൈറ്റ്, സനയ്ക്ക് മാത്രമാണോ? തസ്നി ഉണ്ട്. ഓൾറൈറ്റ്, സിയയ്ക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ഓൾറൈറ്റ്, ശരണ്യ, ബിൻസിയ, ഓക്കെ, വിലീന വിനയൻ, ഓക്കെ ഓക്കെ. ഇപ്പൊ സോ ഞാനും സെഷനിലുണ്ട്. അനിഷ്ക പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാനും കേട്ടു. അപ്പൊ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു കുറെ ഇപ്പൊ നിങ്ങൾക്ക് വരാൻ അനിഷ്കിനെ പറയാറുണ്ട്, നമ്മൾ ജോത്സിന എന്ന് പറയാറുണ്ട്. കാരണം നമുക്ക് വരാൻ പോകുന്ന ഡൗട്ട്സ് ഓൾറെഡി ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള സൊല്യൂഷൻസ് കാര്യങ്ങൾ ആൾ പറഞ്ഞുതരും. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇപ്പം പ്രിപ്പറേഷൻ കഴിഞ്ഞു, ഇതിന്റെ ടെക്നിക്കൽ ആസ്പെക്ട് എങ്ങനെയാണ് നിങ്ങളെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യത്തിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും നമ്മളെടുത്ത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അൺമ്യൂട്ട് ചെയ്ത് ഡിസ്കസ് ചെയ്യാനുള്ള സ്പേസ് നമ്മൾ തരുന്നുണ്ട്. എനിക്കറിയാം ചില ആളുകൾ കംഫർട്ടബിൾ ആയിരിക്കില്ല അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ബിക്കോസ് ഓഫ് ദ ലാർജ് ഓഡിയൻസ്. അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് ചാറ്റിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങൾ ചോദിക്കാം. ഇനി അതെല്ലാം കംഫർട്ടബിൾ ആവുന്ന ആളുകൾ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് മുമ്പോട്ട് വരിക. കാരണം നിങ്ങളെപ്പോലെ തന്നെ വേറെ സ്റ്റുഡൻസ് അതിലുണ്ട്. അപ്പൊ നിങ്ങളൊരു ഡൗട്ട് ചോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഡൗട്ട് ആൻസർ ചെയ്യുമ്പോൾ ബാക്കിയുള്ള എവിടെയും കൂടി ഡൗട്ട്സ് കാര്യങ്ങളായിരിക്കും നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും റിസൾട്ട് വന്നതെന്നുള്ളത് ഒന്നും കൂടെ പറഞ്ഞുതരാം. ബേസിക്കലി ഈ ഒരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് 2 ടൈപ്പ് ഓഫ് എക്സാംസ് ആണ് കറന്റ് നടക്കുന്നത് അല്ലെ? ഒന്ന് ക്വാളിഫയിങ് എക്സാമും ഒന്ന് കോമ്പറ്റീറ്റീവ് എക്സാമും ആണ്. ഒരു ക്വാളിഫയിങ് എക്സാമിന് വേണ്ട സ്കിൽസ് അല്ല നമുക്കൊരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാംസ് എഴുതുമ്പം ആവശ്യമുള്ളത്. If you want to prepare for December batch, how would I help us with the preparation? Will we start getting support from this month? Okay, Sana, I'll come to that. Again, definitely നമ്മളിപ്പം ഡിസംബർ ബാച്ചിലോട്ടേക്ക് again, I'll come to your answer. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്വാളിഫയിങ് എക്സാമും ഒരു കോമ്പറ്റീവ് എക്സാംസിനും രണ്ടിനും ഡിഫറെന്റ് സ്കിൽ സെറ്റാണ്. ഇപ്പൊ നമ്മള് മെജോറിറ്റി ആളുകളും ഈ ഏറ്റവും കൂടുതൽ ട്രെയിൻഡ് ആയിട്ടുള്ളത് ക്വാളിഫയിങ് ആയിട്ടുള്ള എക്സാംസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പൊ നമ്മുടെ സ്കൂളിലും കോളേജിലൊക്കെ ഡിഗ്രിക്കൊക്കെ നല്ല മാർക്ക് മേടിക്കുന്ന ആൾക്കാരല്ല കോമ്പറ്റീറ്റീവ് എക്സാംസിന് റാങ്കോ കാര്യങ്ങളോ മേടിക്കുന്നത്, പല ആളുകളും. റൈറ്റ്, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിന്റെ സ്കിൽ സെറ്റ് ഡിഫറെന്റാ. ഇപ്പൊ ഒരു ക്വാളിഫയിങ് എക്സാം ഇപ്പൊ പഠിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലിയർ ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടൻഷൻ സ്കില്ല് മതി. അതായത് ഓർത്ത് വെക്കാനുള്ള എബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്കൊരു ക്വാളിഫയിങ് എക്സാംസ് നമുക്ക് പാസ് ആവാൻ വേണ്ടി പറ്റും. ബട്ട് വെൻ ഇറ്റ് കംസ് ടു കോമ്പറ്റീവ് എക്സാം നിങ്ങൾക്ക് വേണ്ടത് ഒന്ന് റിട്ടൻഷൻ സ്കില്ല് ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കാനുള്ള കഴിവ് ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് തിങ് നിങ്ങൾക്ക് അവിടെ വേണ്ടത് ആ ടോപ്പിക്കിന്റെ മുകളിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൺസെപ്ഷ്യൽ ക്ലാരിറ്റിയുടെ ആവശ്യമുണ്ട്. ആ ടോപ്പിക്ക് എന്താണ്, എങ്ങനെയാണ്, എന്തിനാണ് ഞാൻ പഠിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് വേണം. എന്തിനാണ് ഞാൻ ആ ടോപ്പിക്ക് പഠിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിലാണ് അതിന് പൂർണ്ണതമായി ഉൾക്കൊണ്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുക. തേർഡ് നമുക്ക് അവിടെ ആവശ്യമുള്ള ഒരു സ്കിൽ എന്ന് പറയുന്നത് കൊഗ്നിറ്റീവ് സ്കില്ലാണ്. ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുമോ കോഗ്നിറ്റീവ് സ്കിൽ എന്താണെന്നുള്ളത്? ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, കോഗ്നിറ്റീവ് സ്കില്ല് എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. ആരുമില്ലേ? ഓക്കെ, സോ ബേസിക്കലി ഞാൻ പറഞ്ഞുതരാം. വെരി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ 1 മുതൽ 12th വരെ പഠിച്ച കാര്യങ്ങൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ലേണിംഗ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക് നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷൻ എന്താണെന്നുള്ളത് അറിയണം അല്ലെ? കാരണം മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിപ്പീറ്റഡ് അഡീഷൻ ആണ്. റൈറ്റ്, ഇപ്പം അഡീഷനും മൾട്ടിപ്ലിക്കേഷനും അറിയാവുന്ന ഒരു കുട്ടിക്ക് മാത്രമാണ് ഡിവിഷൻസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഫ്രാക്ഷൻസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം നമ്മുടെ നോളേജ് ബിൽഡപ്പ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു കോമ്പറ്റീവ് എക്സാം, ഇപ്പം പേപ്പർ 1 കൂടുതൽ നിങ്ങളുടെ മാത്സ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ 1 മുതൽ 12th വരെ പഠിച്ച കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടുള്ളതായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ കോഗ്നിറ്റീവ് സ്കില്ല് ആവശ്യമുണ്ടെന്ന് പറയുന്നത്. ക്വാളിഫയിങ് എക്സാമിന് ആവശ്യമില്ല എന്നുള്ളതല്ല പറഞ്ഞത്, ബട്ട് ഇതിന്റെ റെലവൻസ് കുറച്ചും കൂടെ കൂടുതൽ കോമ്പറ്റേറ്റീവ് എക്സാംസിനാണ്.
ഓക്കെ. ഫോർത്ത് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുമ്പോൾ ഒരേ ടോപ്പിക്കിനെ നമുക്ക് എങ്ങനെ മൾട്ടിപ്പിൾ ആംഗിളിൽ നിന്ന് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളത്. ഇതെല്ലാം ഇന്റർ റിലേറ്റഡ് ആട്ടോ, ഈ സ്കിൽസ് എല്ലാം എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഇപ്പം പലർക്കും അറിയാൻ വേണ്ടി പറ്റും, സർക്കിളൊക്കെ നമ്മൾ പഠിക്കും സ്കൂളിൽ, ബട്ട് അതേ സർക്കിളിനെ മൾട്ടിപ്പിൾ ആംഗിളിൽ നിന്നായിരിക്കും ചോദിക്കുക, അല്ല മൾട്ടിപ്പിൾ ഫോർമാറ്റിൽ ചോദിക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റാറില്ല. റൈറ്റ്, അതാണ് ക്രിട്ടിക്കൽ തിങ്കിങ്. ലാസ്റ്റ് ആയിട്ട് നമുക്ക് വരുന്നത് ടൈം മാനേജ്മെന്റ് സ്കിൽ ആൻഡ് സ്ട്രെസ് മാനേജ്മെന്റ് ആണ്. ഇപ്പൊ ടൈം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് അപ്ലൈസ് വെൻ യു ആർ പ്രിപ്പയറിംഗ് ഫോർ ദ എക്സാം ആൻഡ് ആൾസോ വെൻ യു ആർ റൈറ്റിംഗ് ഫോർ ദ എക്സാം. കാരണം എന്താണ്, ഈ ഒരു എക്സാം NTA കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാം, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. 150 ക്വസ്റ്റ്യൻസ് ആണ്. 50 ക്വസ്റ്റ്യൻസ് ഫ്രം പേപ്പർ 1 ആൻഡ് 100 ക്വസ്റ്റ്യൻസ് ഫ്രം യുവർ സബ്ജക്ട്. ഈ 150 ക്വസ്റ്റ്യൻസ് എഴുതാൻ വേണ്ടി നമുക്ക് എത്ര ടൈമാണ് തരുന്നത്? 180 മിനിറ്റ്സ് ആണ്. ദാറ്റ് ഈസ് ഐഡിയലി യു ഗെറ്റ് 72 സെക്കൻഡ്സ് പെർ ക്വസ്റ്റ്യൻ. അപ്പം അവിടെ നിങ്ങൾ എത്ര എഫിഷ്യന്റ് ആയിട്ടും സ്മാർട്ട് ആയിട്ടും നിങ്ങൾ ആൻസർ ചെയ്യുന്നു എന്നുള്ളതും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നൊരു ഫാക്ട് ആണ്. അപ്പൊ ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി ഓരോ സ്റ്റുഡൻസും, ഈ ഒരു മീറ്റിംഗിൽ ഇരിക്കുന്ന എല്ലാവരുടെയും റിക്വയർമെന്റ്. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ആ സ്കില്ല് ഉണ്ടാവും, ബട്ട് എന്നാലും നമ്മൾ വീക്ക് ആയിട്ടുള്ള കുറച്ച് സ്കിൽ സെറ്റ്സ് ഉണ്ടാവും. ആ സ്കിൽ സെറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുക, ഓവർ പ്രാക്ടീസ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് എവ്രി വൺസ്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റി. ഇൻഫാക്ട് ആസ് എ ഫാക്കൾട്ടി അനിസ്കേഡിയും നമ്മുടെയും ആസ് എ ഗ്രോത്ത് ഓഫീസർ എന്റെയും റെസ്പോൺസിബിലിറ്റി എന്താണ്, നിങ്ങളുടെ ഈ സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ളത് റിവേഴ്സ് പ്ലാനിങ് ആണ്. ഈ സ്കിൽ സെറ്റ് എങ്ങനെ ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് വർക്ക്ഔട്ട് ആവുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് റിസൾട്ട്സ് വരുന്നത്. എവ്രി ഇയർ ഇഫ് യു ലുക്ക് അറ്റ് നമ്മുടെ റിസൾട്ട്സിന്റെ കൗണ്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള കറക്ഷൻ പ്രോസസ്സ് ചെയ്ത് പ്രോസസ്സ് എപ്പോഴും ഒപ്റ്റിമൈസ് ചെയ്ത് ഏറ്റവും കുറഞ്ഞ എഫേർട്ടിൽ കൂടുതൽ റിസൾട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് തന്നെ. ഓൾറൈറ്റ്. അപ്പം അഗൈൻ സന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻസിലോട്ട് വരികയാണ്. സന്നെ, നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഓൾവേസ് ഡിപ്പെൻസ് ഓൺ ഹൗ ഏർലി യു സ്റ്റാർട്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മെജോറിറ്റി ആളുകൾ ഇപ്പോൾ ആലോചിക്കുന്ന, നോക്കിയാൽ ഡിസംബർ മുതൽ പ്രിപ്പയർ ചെയ്യാമെന്ന് ആലോചിക്കുന്ന ആളുകളുണ്ടാവും. ഇപ്പൊ ലെറ്റ്സ് സേ സന അവരുടെ കൂടെയാണ് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ കോമ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഇഫ് യു ആർ ഹാവിംഗ് ദ 2 months ഓഫ് എക്സ്ട്രാ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്, എപ്പോഴും അത് ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക്. അത് ആ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, എക്സാംസ് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. മനസ്സിലായോ? ആ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഏർലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ 70 ഡേയ്സിലും ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് വെച്ചാൽ പറ്റും, ബട്ട് ദാറ്റ് ഡിപ്പെൻസ് ഓൺ യുവർ പൊട്ടൻഷ്യൽ ആസ് വെൽ. എയ്ഫർ വിചാരിച്ചുകൊണ്ട് മാത്രം നടക്കില്ല. ഇപ്പൊ നിങ്ങളുടെ ഒരു പാസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, നിങ്ങളുടെ സ്കിൽസ് എവിടെയുണ്ട് എന്നുള്ളതാണ്. ബട്ട് നിങ്ങൾ ആലോചിക്കുക, വേഴ്സ്റ്റ് കേസ് സിനാരിയോ എന്താണ്, നെറ്റ് കിട്ടില്ല, ബട്ട് യു വിൽ ഡെഫിനറ്റ്ലി, ഇപ്പം ഇവിടെ വരുമ്പം ഒരു 5 ലെവലിലാണെന്ന് ഡെഫിനറ്റ്ലി ബൈ ദ 2 months ഓഫ് പ്രിപ്പറേഷൻ യു വിൽ ബി റീച്ചിങ് ടു എ ലെവൽ 70, സോ ദാറ്റ് ബൈ ദ നെക്സ്റ്റ് എക്സാം നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിലോട്ട് നിങ്ങൾ മൂവ് ചെയ്യണം. റൈറ്റ്. ഇപ്പൊ കാരണം നമുക്ക് നോളേജ് എന്ന് പറഞ്ഞൊരു സാധനം നമ്മളിൽ നിന്ന് ആർക്കും തട്ടിയെടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അത് നമ്മൾ എപ്പോൾ ബിൽഡ് ചെയ്യുകയാണെങ്കിലും ഇറ്റ് ഇസ് എൻ ഇൻവെസ്റ്റ്മെന്റ് ഓൺ യുവർ സെൽഫ്. മനസ്സിലായില്ലേ? ഇപ്പൊ നേരത്തെ പ്രിപ്പയർ ചെയ്യുമ്പോൾ സനക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന ഒരു അഡ്വാൻറ്റേജ്, അറ്റ്ലീസ്റ്റ് യു വിൽ സ്കോർ ദാറ്റ് 5 to 10 എക്സ്ട്രാ മാർക്ക് ദാറ്റ് വിൽ ആക്ച്വലി പുഷ് യുവർ റാങ്ക് മച്ച് മോർ ഹയർ. ഓൾറൈറ്റ്. ഓക്കെ. വില്ലീന വിനയൻ, ഐ ഗെസ് സനയുടെ ആൻസർ ക്ലിയർ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ യു കെൻ ഗിവ് മി തംസ് അപ്പ് സോ ദാറ്റ് ഐ നോ യു ആർ ഏബിൾ ടു ഫോളോ മീ. ഓക്കെ. ഐ ഹാവൻ ജോയിൻ ദ ബാച്ച് yet but planning to enroll for the June exam. I know many classes are already over, so I'm confused about how will I cover the previous classes and be in line with the ongoing classes. Plus, will there be a personal mentor? All right. Okay. See, വിലീനയുടെ ഈ ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ബേസിക്കലി എവ്രി സ്റ്റുഡൻറ് ഗോസ് ത്രൂ ഇറ്റ്. ഇപ്പൊ ഈ ഒരു മീറ്റിംഗിൽ ഇരിക്കുന്ന 90% ആൾക്കും ഉണ്ടാവുന്ന കൺസേൺസ്, ഓക്കെ, ഇവിടെ ഓൾറെഡി ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതാണ്, ദാറ്റ് ഒരുപാട് ക്ലാസ്സസ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ബട്ട് ക്യാൻ യു ടെൽ മി എന്താ പറയുക, ഇതിനേക്കാൾ ഒരു ബെറ്റർ ടൈം പറഞ്ഞു തരാൻ വേണ്ടി പറ്റുമോ വിലീനയ്ക്ക്? എനിക്ക് ഇതല്ലേ ബെസ്റ്റ് ടൈം, കാരണം യു ഓൾറെഡി നോ യു ഹവ് ഓൾറെഡി ലോസ്റ്റ് സം ഓഫ് ദ ക്ലാസ്സസ്, റൈറ്റ്? അപ്പൊ ഇതിനേക്കാൾ ഒരു ബെറ്റർ ടൈം ഇനി ഇല്ലല്ലോ. ടുഡേ ഈസ് ദ ബെറ്റർ ഡേ, അല്ലെങ്കിൽ ടുമോറോ ഈസ് ആക്ച്വലി ദ സെക്കൻഡ് ബെസ്റ്റ് ഡേ, അല്ലേ? അപ്പം വിലീനെ സംബന്ധിച്ച് നഷ്ടപ്പെട്ട കാര്യങ്ങളെ പറ്റി ആലോചിച്ച് ഗിൽറ്റി ആവാതെ, ഗിൽറ്റ് ട്രിപ്പിൽ ഇരിക്കാതെ യു ടേക്ക് ആക്ഷൻസ്. ആൻഡ് അതിന് ഇനി മാക്സിമം ആകെ വെരി ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമേ നമ്മുടെ ഉള്ളൂ, അല്ലെ? വെരി ലിമിറ്റഡ് ആണ് നമ്മുടെ കയ്യിലുള്ള ടൈം. അപ്പൊ ആ ഒരു ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള തോട്ട് പ്രോസസ് ആണ് നമ്മൾ ഇപ്പൊ ഡെവലപ്പ് ചെയ്യേണ്ടത്, റാദർ ദാൻ തിങ്കിങ് അബൌട്ട് ദ ക്ലാസ്സസ് വിച്ച് യു ഹാവ് നോട്ട്. അത് വിലീനയുടെ കൺട്രോളിലേ ഇല്ല. ആ ക്ലാസ്സസ് കാര്യങ്ങൾ വിലീനയ്ക്ക് മിസ് ആയിട്ടുണ്ട്. നൗ വി ആർ പ്രൊവൈഡിങ് ദ റെക്കോർഡഡ് ക്ലാസ്സസ്. അപ്പൊ ആ റെക്കോർഡഡ് ക്ലാസ്സസിന്റെ ആക്സസ് തരുന്നുണ്ടാവും. അതേപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സസ് വീണ്ടും കണ്ട് ആ പ്രീവിയസ് ആയിട്ടുള്ള ക്ലാസ്സസ് കാര്യങ്ങൾ കവറപ്പ് ചെയ്യാം. ബട്ട് ഇറ്റ് വിൽ ബി എൻ എക്സ്ട്രാ വർക്ക് ഫ്രം യുവർ എൻഡ്. പിന്നെ വിലീന, വൺസ് യു ജോയിൻ ഹിയർ, ഞാൻ എല്ലാവർക്കും ഒരു ഐഡിയ തരാം. ഏത് കുട്ടിയും ഏത് സ്റ്റുഡൻറ്റും ഐഫറിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു റാൻഡം ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ പ്ലാൻ അല്ല. യു വിൽ നോട്ട് ബി ഗെറ്റിംഗ് എ റാൻഡം പ്രിപ്പറേഷൻ പ്ലാൻ. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്ക് വരുന്ന സമയത്ത് വിൽ ബി ഡൂയിങ് എ പ്രിപ്പറേറ്ററി ടെസ്റ്റ്. അപ്പൊ ഈ പ്രിപ്പറേറ്ററി ടെസ്റ്റിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
സോ ബേസിക്കലി നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് വി വിൽ അണ്ടർസ്റ്റാൻഡ് യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, നിങ്ങളുടെ സ്റ്റഡി പ്ലാനും മൊഡ്യൂൾസും കാര്യങ്ങളെല്ലാം ചാർട്ട് ചെയ്തിരുന്നുണ്ടാവുക. സോ ദ പ്രിപ്പറേഷൻ ദാറ്റ് വിലീന വിൽ ബി ഫോളോയിങ് വിൽ ബി കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ടു ദാറ്റ് ഓഫ് സന. സനയുടെ പ്ലാനും മീൻ സബ്ജക്ട് ആൾസോ ഡിഫറെന്റ് ആണ്, ബട്ട് അഗെയിൻ പ്രിപ്പറേഷൻ സ്റ്റൈൽ ആൻഡ് പ്രിപ്പറേഷൻ മെത്തേഡും പ്രിപ്പറേഷൻ ടോപ്പിക്കും വ്യത്യാസമുണ്ട്. ലെറ്റ്സ് സേ വിലീന ഇസ് വീക്ക് അറ്റ് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, വി വിൽ ബി പുഷിംഗ് മോർ ക്ലാസസ് ടു ദെയർ. ഇപ്പൊ നമ്മുടെ ആപ്ലിക്കേഷനും ഡിസൈൻ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. നൗ ഇപ്പം അഗെയിൻ ഒന്നും കൂടി ഞാൻ ഇതിന്റെ പ്രോസസ്സ്, ഒരു ഓവറോൾ പ്രോസസ്സ് പറഞ്ഞുതരാം. നിങ്ങളുടെ ഒരു ജേർണി എങ്ങനെയായിരിക്കും A4 എന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് തിങ് ഞാൻ ഈ പറഞ്ഞ പ്രിപ്പറേറ്ററി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. വി വിൽ ഗെറ്റ് എ പ്രോപ്പർ ഫീഡ്ബാക്ക് ബൈ മൊഡ്യൂൾ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ വീക്ക്നെസ് എന്താണ് എന്നുള്ളത്. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ദറ്റ് വി വിൽ ക്യൂറേറ്റ് സ്റ്റഡി പ്ലാൻ ആൻഡ് യു വിൽ സ്റ്റാർട്ട് ലേണിംഗ് അക്കോർഡിംഗ്ലി. പിന്നെ നമുക്കിവിടെ ലൈവ് ക്ലാസ്സസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഈ ലൈവ് ക്ലാസ് കഴിയുന്ന സമയത്ത് നമ്മുടെ എക്സാം കണ്ടക്ട് ചെയ്യും നിങ്ങൾക്ക്. അതാണ് നിങ്ങൾ ആദ്യം എഴുതുന്ന എക്സാം. ആ എക്സാം എഴുതുമ്പോൾ ഡെഫിനറ്റ്ലി യു വിൽ മേക്ക് മിസ്റ്റേക്ക്, ഡെഫിനറ്റ്ലി യു വിൽ ഹാവ് ഡൗട്ട്സ്. അപ്പൊ അത് കഴിഞ്ഞ് അത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ മെന്ററായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാം. ഇൻ കേസ് നിങ്ങളുടെ പേഴ്സണൽ മെന്റർ ആവശ്യമില്ല നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ യു ക്യാൻ ഗോ ടു ദ ആപ്ലിക്കേഷൻ, യു ക്യാൻ സെർച്ച് ഫോർ ദ ടോപ്പിക്. ആ ടോപ്പിക് കണ്ട് നിങ്ങളുടെ ഡൗട്ട്സ് അങ്ങനെയും ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ദർ ആർ ഡൗട്ട് ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ചോദിക്കാനുള്ള പോർട്ടൽസ് ഉണ്ട്. ആ പോർട്ടൽസിൽ പോയിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ദർ ആർ n number of ways in which you can get your doubts cleared once you get familiarized with the application. For that you will get a training in the beginning ഡ്യൂറിങ് യുവർ ജോയിനിങ്. അതായത് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ ട്രെയിനിങ്സ് കാര്യങ്ങളും നിങ്ങളുടെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള മെന്റേഴ്സ് തരുന്നുണ്ടാവും. നൗ ഈ ഡെയിലി എക്സാംസ് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ വീക്കിലി ഒരു എക്സാം വെക്കും. വീക്ക്ലി എക്സാം ആണ്. നിങ്ങൾ നേരത്തെ ടെസ്റ്റിമോണി വീഡിയോസിലും അനീസ്ക പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമുക്ക് സെക്കൻഡ് റിവിഷൻ ചെയ്യാണ്. അതായത് ഡെയിലി എക്സാംസ് ചെയ്ത് അതേ ടോപ്പിക്കിന്റെ വീണ്ടും റിവിഷൻ ചെയ്യുന്ന സമയത്ത് യു നീഡ് ലെസ് ടൈം ടു ഡു ദ റിവിഷൻ. ഇതേ പ്രോസസ്സ് നമ്മൾ മന്ത്ലി റിപ്പീറ്റ് ചെയ്യും. സോ ദ പ്രോസസ് ഇസ് ആക്ച്വലി കോൾഡ് റീ എൻഫോഴ്സ്മെന്റ് ലേണിംഗ്. ഇപ്പൊ നിങ്ങൾ ഒരേ ടോപ്പിക്കിന് 3 തവണ റിവിഷൻ ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഒരേ ടോപ്പിക്കിന്ന് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസറും ചെയ്യും. മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യും. മൾട്ടിപ്പിൾ മിസ്റ്റേക്സും നിങ്ങൾ വരുത്തും. അതിന്റെ കറക്ഷൻ ക്ലാസ്സസ് അവിടെ നടക്കും. സോ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലേണിംഗ് പ്രോസസ്സ് അവിടെ ഓട്ടോമാറ്റിക്കലി റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അറിയാണ്ട് തന്നെ. അപ്പൊ അതാണ് ഈ പ്രോസസ്സിന്റെ അഡ്വാൻറ്റേജ്. മനസ്സിലായില്ലേ? നൗ ആഫ്റ്റർ എ മന്ത് നിങ്ങൾക്ക് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് തരും. ഇപ്പൊ പലർക്കും കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് ഞാൻ മനസ്സിലാക്കുന്ന, ഇപ്പൊ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ, ഞാനൊക്കെ പഠിക്കുമ്പോൾ ടീച്ചർ അമ്മേനെ കൊണ്ടുപോകുമ്പോൾ അവർ പറയുന്നതാണ്, ഓക്കെ മോൻ നന്നായിട്ട് ഒന്നും കൂടി എഫേർട്ട് എടുത്താൽ മാർക്ക് കിട്ടും എന്നുള്ളതാണ്. ബട്ട് നോബഡി ഹാസ് ഗിവൻ യു ദാറ്റ് പ്രോപ്പർ ക്ലിയർ ഫീഡ്ബാക്ക് ലൈക്ക് വേർ യു ഷുഡ് വർക്ക് ഓൺ. ഇപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും ഡേറ്റ പോയിന്റ് വെച്ച് മെഷർ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് 1 month കഴിയുമ്പോൾ വിൽ ഹാവ് എ വെരി ക്ലിയർ ഐഡിയ അബൌട്ട് ഹൗ മച്ച് പ്രോഗ്രസ് യു ഹാവ് മെയ്ഡ് ഫ്രം ദ ഫസ്റ്റ് മന്ത്. യു ക്യാൻ ഈവൻ സേ ഇറ്റ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ നെക്സ്റ്റ് മന്തിന്റെ പ്രിപ്പറേഷൻ ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ റിപ്പോർട്ട് ദാറ്റ് യു ആർ ഗെറ്റിംഗ്. ഇപ്പൊ മേ ബി യുവർ ഒബ്ജക്റ്റീവ് ഷുഡ് ബി എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ വീക്ക് ആയിട്ടുള്ള ഏരിയാസ് സ്ട്രോങ് ആക്കാനും, ആവറേജ് ആക്കാനും, ആവറേജ് ആയിട്ടുള്ള ഏരിയ സ്ട്രോങ് ആക്കാനും ആയിരിക്കണം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ മറ്റേ എന്താ പറയാ, എല്ലാം കൂടി ഒരുമിച്ച് എടുക്കാൻ നോക്കിയ വലിയ ഇതാണ്. എല്ലാം കൂടെ ഒരുമിച്ച് എടുക്കാൻ വേണ്ടി നോക്കി കഴിഞ്ഞാൽ നമുക്ക് നടക്കില്ല. സോ യു ഹാവ് ടു ബി വെരി സ്മാർട്ട്. നേരത്തെ അനീസ്ക പറഞ്ഞു, യു ഹാവ് ടു ബി വെരി സ്ട്രാറ്റജിക് വെൻ ഇറ്റ് കംസ് ടു പ്രിപ്പറേഷൻ ഫോർ ദ ജൂൺ എക്സാം. ഈവൻ ഫോർ യുവർ ഡിസംബർ എക്സാം യു ഹാവ് ടു ബി സ്ട്രാറ്റജിക്. ഡോണ്ട് ട്രൈ ടു കംപ്ലീറ്റ് ഓൾ ദ ടോപ്പിക്സ്, റാദർ ബി സ്മാർട്ട്. ആൻഡ് ആ ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എങ്ങനെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്, അതർ ദാൻ കംപ്ലീറ്റിംഗ് ഓൾ ദ പോർഷൻസ്. ഓക്കെ, അപ്പം ഈ ഒരു പ്രോസസ് ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടാവുക. ഇൻ ബിറ്റ്വീൻ ഇഫ് യു നീഡ് എനി കൈൻഡ് ഓഫ് അസിസ്റ്റൻസ്, കാരണം നമ്മൾ ഹ്യൂമൻസ് ആണ്, വി ഡീൽ വിത്ത് ഇമോഷൻസ്, വി ഡീൽ വിത്ത് ലോ കോൺഫിഡൻസ്, വി ഡീൽ വിത്ത് മൾട്ടിപ്പിൾ ഇമോഷൻസ് അല്ലെ. ഇപ്പൊ നമ്മുടെ അപ്ലിക്കേഷൻ ആൾസോ ഇറ്റ് ഇസ് ഡിസൈൻഡ് ഇൻ ആൻ എമോടെക് മോഡൽ ആണ്. ഇറ്റ്സ് എ ഫസ്റ്റ് തിങ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ചെയ്യുന്നത് നമ്മളാണ്. ആൻഡ് അതിന്റെ ഒരു ഇന്റന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ഗെറ്റ്, ഐ എം നോട്ട് സെയിങ് ഓക്കെ കംഫർട്ടാണ്, കുഴപ്പമില്ല എന്നുള്ളതല്ല പറഞ്ഞുതരാം. ബട്ട് യുൽ ഗെറ്റ് എൻ ഇമോഷണൽ കൈൻഡ് ഓഫ് സപ്പോർട്ട് ദേ. അതായത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ വരുന്നുണ്ടാവും, നിങ്ങളുടെ ആപ്ലിക്കേഷൻസിലോട്ട് വരുന്നുണ്ടാവുക. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് കണ്ടന്റ്. ജസ്റ്റ് ലൈക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പ്രിഫറൻസിന്റെ ബേസിസിലായിരിക്കും വരുന്നുണ്ടാവുക. ബട്ട് ഹിയർ യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസിന്റെ ബേസിസിലായിരിക്കും നിങ്ങൾക്ക് പ്രിഫറൻസസ് കാര്യങ്ങൾ വരുന്നുണ്ടാവുക. ആൻഡ് ഇറ്റ് വിൽ റീഡ് യു ലൈക്ക് എ ചാറ്റ് GPT. സോ ദേ ഹാവ് ദ മെമ്മറി ഓഫ് യു. അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് കോണ്ടന്റ് കാര്യങ്ങൾ പുഷ് ചെയ്യുക. സോ യു ബിക്കം മച്ച് മോർ ബെറ്റർ ഇൻ യുവർ പ്രിപ്പറേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് AI. ക്ലിയർ ആയോ? ഐ ഗസ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ, ഇമോടെക്, അതാ ഞാൻ പറഞ്ഞത്, ഇമോടെക് മോർ ലൈക്ക് എന്താ പറയുക, ഇൻസ്റ്റാഗ്രാം ഒക്കെ കണ്ടിട്ടില്ലേ? സോ ദ വേ ജനാസ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വിൽ ബി, ജനയുടെ പോലെ ആയിരിക്കില്ല ഒരിക്കലും വിലീനയുടേത്, വിലീനയുടെ പോലെ ആയിരിക്കില്ല എൻ്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു സ്ട്രക്ചറും. ദ കോണ്ടന്റ് വിൽ ബി ഡിഫറെന്റ്, ദ എക്സ്പ്ലോർ പേജ് വിൽ ബി ഡിഫറെന്റ്. റൈറ്റ്? സിമിലർ വേ നമ്മുടെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ആളുകളിൽ ഇപ്പൊ മേ ബി വിലീന മൈറ്റ് ബി യൂസിങ് ഇറ്റ് മച്ച് മോർ ദാൻ സന ഓർ ഡിഫറൻസ്. ഓരോരുത്തരും ഇത് യൂസ് ചെയ്യാൻ പോകുന്ന രീതികൾ വളരെ ഡിഫറെന്റ് ആണ്. ഫോർ സം പേപ്പർ 1 is difficult, for some
പേപ്പർ 2 ഇസ് ഡിഫിക്കൽട്ട്. അപ്പം നിങ്ങൾ പഠിക്കുന്ന കോണ്ടന്റ്, നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. ആൻഡ് യു വിൽ ബി റൈറ്റിംഗ് മെനി എക്സാംസ് ദർ. ഇപ്പം നേരത്തെ അനീസ്ക കാണിച്ചു തന്നിട്ടുണ്ടാവും, ദർ ആർ മൾട്ടിപ്പിൾ ഫോർമാറ്റ്സ്, മൾട്ടിപ്പിൾ മെത്തേഡ്സ് ഇൻ വിച്ച് യു ക്യാൻ ഡു ദ PYQ ക്വസ്റ്റ്യൻസ്, യു ക്യാൻ ആൻസർ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ്. അപ്പം നിങ്ങൾ ഇതെല്ലാം യൂസ് ചെയ്യുന്നതിന്റെ ബേസിസിൽ ആപ്ലിക്കേഷൻ വിൽ ലേൺ അബൌട്ട് യു ആൻഡ് വിൽ ട്രൈ ടു പുഷ് യു ദ കോണ്ടന്റ് അക്കോർഡിംഗ്ലി. ഈവൻ യു ക്യാൻ പേഴ്സണലൈസ് ഇറ്റ് ബൈ യുവർ ചോയ്സ്. നിങ്ങൾക്കും വളരെ സെലക്റ്റീവ് ആയിട്ട് ടോപ്പിക്സ് കാര്യങ്ങൾ എടുത്ത് നിങ്ങൾക്കും പഠിക്കാൻ വേണ്ടി പറ്റും. മനസ്സിലായോ? ഇമോടെക് ജസ്റ്റ് ഇൻസ്റ്റഗ്രാം ആലോചിച്ച് നോക്കിയാൽ മതി ഫന, സോറി ജന. ഇൻസ്റ്റഗ്രാം എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതിന്റെ ഒരു സിമിലർ ഇതാണ്. ബട്ട് ഇവിടെ റാദർ ദാൻ എന്താ പറയുക, നമ്മുടെ ഒരു ഇൻട്രസ്റ്റിന്റെ പുറത്ത്, നോട്ട് ജസ്റ്റ് ഓൺ കീവേഡ്സ് ബട്ട് ബേസ്ഡ് ഓൺ റാദർ യുവർ എഫേർട്സ്, യുവർ പ്രോഗ്രസ് റിപ്പോർട്ട്, കോണ്ടന്റ് ഇസ് ചേഞ്ചിങ്. ആ ഒരു ഡിഫറൻസ് ആണ് ഇവിടെ വരുന്നുണ്ടാവുക ടെക്നിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ. അത് കുറെ പേർക്ക് അറിയാൻ പറ്റും. പേഴ്സണലൈസേഷൻ, ഹൗ ഡസ് ഇറ്റ് വർക്ക് ഇൻ ആൻ ആപ്ലിക്കേഷൻ അല്ലെ. നമുക്ക് പ്രിഫറൻസിന്റെ ആഡുകൾ കാര്യങ്ങൾ നിങ്ങൾ കാണാറുണ്ടാവും. ലെറ്റ്സ് ഞാൻ ഇപ്പോൾ ഷൂവിനെ പറ്റി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് അഡ്വർടൈസ്മെന്റ് ദാറ്റ് ഐ ആം ഗോണ ഗെറ്റ് us ഡെഫിനറ്റ്ലി ഷൂസ് ആയിരിക്കും. ഇപ്പൊ സിമിലർ വേ ഇറ്റ് വർക്ക്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ. അപ്പൊ ഞാൻ ക്ലാസിന്റെ പ്രോസസ്സും സ്ട്രക്ചറും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എല്ലാവർക്കും? ഒന്ന് തംസപ്പ് തരാമോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ? സ്പെൻഡിങ് ലോട്ട് ഓഫ് എനർജി. അപ്പം എനിക്കത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതാണ് എന്റെയും പ്രൈമറി ഒബ്ജക്റ്റീവ്. മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തംസപ്പ് തരാം. ഓൾറൈറ്റ്. ബിൻസിയ, ശരണ്യ, ഓൾറൈറ്റ്. ഓക്കെ. വേറെ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യുകയാണെങ്കിൽ ഐ ക്യാൻ അൺമ്യൂട്ട് യു, യു ക്യാൻ ആസ്ക് മീ ഡയറക്ട്ലി. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ജസീന, ജസീനയ്ക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ജസീന, അൻഷിത് TP, സുഗ്രത, ആൻമേരി, സ്നേഹ, അഷിക, ഡൗട്ട്സ് ഉണ്ടോ എന്തെങ്കിലും? വിൽ ദർ ബി ഡെഫിനറ്റ്ലി വി ഹാവ് എ പേഴ്സണൽ മെന്റർ സപ്പോർട്ട് സിസ്റ്റം ഹിയർ. ഡെഫിനറ്റ്ലി നമുക്ക് ഒരു പേഴ്സണൽ മെന്റർ സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് ഇവിടെ. ഓക്കെ. ഹൗ ജോയിൻ ദ ക്ലാസ് ജൂൺ എക്സാം? അഗെയിൻ വൺസ് അഗെയിൻ ഗൈസ്, നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ആക്ച്വലി ഈ ഒരു ജൂൺ എക്സാമിലോട്ട് പ്ലാൻ ചെയ്യുന്ന ആളുകളുണ്ട്. ദർ ആർ ഡെഫിനറ്റ്ലി കപ്പിൾ ഓഫ് തിങ്സ് ആക്ച്വലി ഗോയിങ് ഓൺ, ഐ മീൻ ഓഫേഴ്സ്, ഇൻ ടേംസ് ഓഫ് ഓഫേഴ്സ് ഫോർ കപ്പിൾ ഓഫ് പ്രോഗ്രാംസ്. അപ്പൊ അത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു എല്ലാ സബ്ജക്ട്സിന്റെയും എക്സ്പ്ലനേഷൻസ് കാര്യങ്ങൾ തരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് ദ പ്രൈസിങ് വിൽ ബി ഡിഫറെന്റ്. ജസ്റ്റ് അതെ, ഞാൻ അതാ പറഞ്ഞു വരുന്നത്. നമുക്കവിടെ ഫീസ് കാര്യങ്ങൾ ഓരോ സബ്ജക്ട് വൈസ് ഇതിൽ ഞാൻ മെൻഷൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ യു ഹാവ് സീൻ ഇറ്റ് ആക്ച്വലി അല്ലെ. കാരണം ഒരുപാട് പേർക്ക് പല സബ്ജക്ട്സും പല പ്രോഗ്രാംസും പല കോമ്പിനേഷൻസിലാണ് നിങ്ങൾ വരുന്നത്, പല ബാച്ചസിലോട്ടൊക്കെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ ഫീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ റെസ്പെക്റ്റീവ് ആയിട്ട് നിങ്ങളുടെ കൗൺസിലേഴ്സ് ഓൾറെഡി കണക്ട് ചെയ്തിട്ടുള്ള ആളുകളുണ്ടാവും, കണക്ട് ചെയ്യാത്ത ആളുകളുണ്ടാവും. അപ്പൊ ഞാനൊരു കാര്യം സജസ്റ്റ് ചെയ്യാം. ഇനീഷ്യലി എനിക്ക് വേണ്ടത് ജൂൺ ബാച്ചസിലോട്ട് പ്ലാൻ ചെയ്യുന്ന ആളുകളാണ്. ഇപ്പൊ ജൂൺ ബാച്ചിലോട്ട് പ്ലാൻ ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ഒന്നും ഇവിടെ ഡ്രോപ്പ് ചെയ്യാവോ? നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ഒന്ന് ഡ്രോപ്പ് ചെയ്യാവോ? I mean, let's say if you're not comfortable in dropping in a public platform, you can do one thing. You can personally text me as well. I'll take a note of it. അല്ലെങ്കിൽ അനന്തു എന്ന് പറഞ്ഞൊരു ഒരു പേഴ്സൺ ഉണ്ട് ഇതിൽ, നമ്മുടെ അഡ്മിഷൻ ഓഫീസർ ആണ്. അപ്പൊ ആളുടെയിലേക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് പേരും മൊബൈൽ നമ്പറും മെൻഷൻ ചെയ്യാം. ശരി. ആദില ഇക്ബാൽ, ഓഫ് കോഴ്സ് ആദില, ലെറ്റ് മീ ഫൈൻഡ് യു ആക്ച്വലി. ഓക്കെ. ശിക കൃഷ്ണ, അതിലൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ? അതില ക്യാൻ യു ഡു എൻ ഹാൻഡ് റൈസ്? അതില ഇക്ബാൽ, യാ. അതിൽ ഐ ഹവ് ട്രൈഡ് അൺമ്യൂട്ടിങ് യു. അതിലേക്ക് എന്ത് ചെയ്യാം, ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. യു കെൻ സ്പീക്ക് ആക്ച്വലി ഇൻ ദ മീറ്റിംഗ്. അതില പറയൂ. സർ, എന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മാത്തമാറ്റിക്കൽ റീസണിങ്ങും കാര്യങ്ങളാണ്. ഉം. അപ്പം അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ JRF ക്ലബിൽ ചേർന്നപ്പോൾ ഞാൻ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഇതിലിപ്പം മെയിൻ ആയിട്ട് JRF ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നെറ്റ് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലാണ്ട് പിന്നെ ആദ്യമായിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പലരും ഒരു മിക്സ്ഡ് ഓഫ് ടൈപ്പാണ്. ഉം. അപ്പം ഈ JRF ക്ലബിന്റെ അകത്ത് ഫസ്റ്റ് ഈ 5 AM എല്ലാം JRF ക്ലബിൽ വരുമ്പോൾ ഉണ്ടാകുന്ന മെയിൻ പ്രശ്നം ഞാൻ നേരിടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിരിക്കും. അതായത് ഇതിപ്പം ഇതിൽ എല്ലാരെയും ഫോക്കസ് ചെയ്യണമല്ലോ, അതായത് JRFന് നോക്കുന്ന ആൾക്കാരെയും ഫോക്കസ് ചെയ്യണം. അപ്പം ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ട് ഓരോ ആൾക്കും തരത്തിലുള്ള രീതിയിൽ ക്ലാസ് എടുക്കാൻ പറ്റൂല. അപ്പം അതിലെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവലുണ്ട്. എന്താ വെച്ചാൽ പെട്ടെന്ന് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയ വോയിസ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. സ്പീഡായിരിക്കും, കുറച്ചും കൂടി അത് മനസ്സിലാക്കേണ്ട രീതി. അതിലിടയ്ക്ക് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഹലോ, അതിലയുടെ വോയിസ് ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. ബട്ട് ഞാൻ അതിലെ പറഞ്ഞ കാര്യം ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പറയാം. ഞാൻ കറക്റ്റ് അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ എന്നെ കറക്റ്റ് ചെയ്യാം. അതിൽ പറഞ്ഞത് ആളുകൾ പല ലെവൽസിൽ നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ ചില സമയത്ത് ക്ലാസ്സസ് അഡ്വാൻസ്ഡ് ആവുന്ന സമയത്ത് ഈ പല ലെവൽസിൽ നിൽക്കുന്ന സമയത്ത് കുറച്ച് ആളുകൾക്ക് അത് ക്ലിയർ ആവാതെ പോകാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതല്ലേ?
അത് പ്രത്യേകിച്ചിട്ട് മാത്തമെറ്റിക്കൽ റീസണിങ്ങും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതാവുമ്പോൾ കുറച്ചും കൂടി എഴുതി ചെയ്യേണ്ടതല്ലേ? മനസ്സിലായി. അതില ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പം ഒരു കാര്യം പറയാണ് ഞാനിതിൽ. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ വരുന്ന ഒരു കേസ് എന്ന് പറഞ്ഞ് ഞാൻ ഡിസംബർ ബാച്ചിലോട്ട് വരാം അരുണി. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിലൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈവ് ക്ലാസ് മാത്രമല്ല ഇവിടുത്തെ ഒരു സപ്പോർട്ട് സിസ്റ്റം. അപ്പൊ നിങ്ങൾ ഒരു സപ്പോർട്ട് ഒരു റിസോഴ്സോ അല്ലെങ്കിൽ ഒരു ഫീച്ചറോ യൂസ് ചെയ്തിട്ട് മാത്രം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് പ്ലാൻ ചെയ്യരുത്. ഇപ്പോൾ ഒരൊറ്റ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ ഈ മീറ്റിങ്ങിന് നിൽക്കുന്ന പല ആളുകളും പല സബ്ജക്റ്റ് ആണ് ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, പല ആളുകൾക്കും പല ലെവൽസ് ഓഫ് ലേണിംഗ് ഉണ്ടാവും. ഇപ്പോൾ ദർ ആർ പീപ്പിൾ അബൌവ് ഇപ്പം 96 90 എബൌവ് ബോൺ ചെയ്ത ആളുകൾ ദേ വിൽ ബി മച്ച് മോർ കംഫർട്ടബിൾ ഇൻ റീഡിങ് എന്നുള്ളതായിരിക്കും ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഒരു ജെൻസി കൈൻഡ് ഓഫ് ഓഡിയൻസ് വരുന്നുണ്ട്. അവർ ദേ വിൽ ബി മച്ച് കംഫർട്ടബിൾ ഇൻ വീഡിയോ ടൈപ്പ് ഓഫ് ലേണിംഗ്. അല്ലെ, എഴുതി പഠിക്കാൻ ഇഷ്ടമുള്ള ആളുകളുണ്ട്, വായിച്ചു പഠിക്കാൻ ഇഷ്ടമുള്ള ആളുകളുണ്ട്, അതേപോലെ തന്നെ കണ്ടു പഠിക്കാൻ ഇഷ്ടമുള്ള ആളുകളുണ്ട്. ആളുകളുടെ ലേണിംഗ് സ്റ്റൈല് ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മൾ ഇവിടെ ഒരു എക്കോ സിസ്റ്റം ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു ചെടി വളരണമെങ്കിൽ അതിന് ചുറ്റും ഒരു റൈറ്റ് എൻവയോൺമെന്റ് വേണം. ബിൽഡ് ആൻഡ് റൈറ്റ് എക്കോ സിസ്റ്റം. അപ്പൊ ഇതിൽ പല ഫീച്ചേഴ്സ് കാര്യങ്ങളുണ്ട്. ഈ പല ഫീച്ചേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ ലേണിംഗ് എവിടെയാണ് വീക്ക് ആയിട്ടുള്ള ഏരിയാസ്, ആ ഏരിയാസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡെഫിനറ്റ്ലി അതിലെ പറഞ്ഞ പോലെ വെൻ യു ആർ ടേക്കിംഗ് എ ലൈവ് ക്ലാസ് യു വോണ്ട് ബി ഏബിൾ ടു സാറ്റിസ്ഫൈ ദ 100% സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ബട്ട് ടു പ്രൊവൈഡ് ദാറ്റ് വി ഹാവ് അതർ ഫീച്ചേഴ്സ് ടു സപ്പോർട്ട് യു ഇൻ ദ. മനസ്സിലായില്ലേ? പിന്നെ സെക്കൻഡ് അതില ഇതിൽ എല്ലാവരും കൂടിയാണ്, കുറച്ച് പേർക്ക് ഉണ്ടാവും. ഇപ്പൊ നമുക്ക് ഒരു ലേണിംഗ് ജേർണി ഉണ്ട്. ബേസിക്കലി ഏത് കാര്യം പഠിക്കണമെങ്കിൽ ലൈഫിൽ, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് നെറ്റ്, ഏത് മെത്തേഡ് ഏത് കാര്യങ്ങൾ പഠിക്കണം എന്നതിനൊരു ഒരു ബേസിക് ലേണിംഗ് ജേർണി ഉണ്ട്. അപ്പൊ അതിലൊരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ അൺകോൺഷ്യസ് ഇൻകോമ്പിറ്റൻസി എന്ന് പറയും. അതായത് നമുക്ക് അറിയില്ല, നമ്മൾ മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു സ്റ്റേജ് ആണ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ്. അല്ലെ, ലെറ്റ്സ് സേ എനിക്ക് കാർ ഓടിക്കാൻ അറിയില്ല. അപ്പൊ ഞാൻ കാർ ഓടിക്കാനും അറിയില്ല, കാർ എങ്ങനെ വർക്ക് ചെയ്യുന്നൊന്നും അറിയില്ല. ദെൻ സ്ലോലി എൻ്റെ ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫാദറോ വന്നിട്ട് എനിക്ക് പറഞ്ഞു, നോക്കി എടാ ഇതാണ് ഗിയർ, ഇതാണ് ക്ലച്ച്, ഇതാണ് ബ്രേക്ക് എന്നുള്ള ഒരു ടെക്നിക്കൽ നോളജ് ഒന്നും. അതായത് കോൺഷ്യസ് ആയിട്ട് തിയറിറ്റിക്കലി എനിക്ക് കാർ ഓടിക്കാൻ അറിയാം, പ്രാക്ടിക്കലി എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. അതാണ് കോൺഷ്യസ് ഇൻകോമ്പിറ്റൻസി എന്ന് പറയും. അറിയാം, തെറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഫ്രം ദർ ഞാൻ ആ എഫേർട്ട് എടുത്ത് കോൺഷ്യസ് കോമ്പിറ്റൻസി വരും. ഇപ്പൊ വണ്ടി ഓടിച്ച ആളുകൾക്കൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കുക. നമുക്ക് അറിയാം, ബട്ട് എവിടേക്കോ നമ്മൾ കുറെ മിസ്റ്റേക്സ് വരുത്തും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അല്ല, നമ്മൾ ഫുള്ളി കറക്റ്റ് ആയിട്ടായിരിക്കില്ല നമ്മൾ ചെയ്യുന്നുണ്ടോ, ബട്ട് ഡെഫിനറ്റ്ലി വി മേക്ക് മിസ്റ്റേക്ക്. ബട്ട് സ്ലോലി നമ്മൾ വണ്ടി ഓടിക്കും, ബട്ട് യു വിൽ ബി വെരി മച്ച് കോൺഷ്യസ് ഓഫ് വാട്ട് ഇസ് ഹാപ്പനിങ് അറൌണ്ട് എന്നുള്ളത്. ആൻഡ് ഫ്രം ദർ അഗൈൻ യു മൂവ് ടു ഫോർത്ത് സ്റ്റേജ്, അൺകോൺഷ്യസ് കോമ്പിറ്റൻസി. അറിയാണ്ട് ശരി ചെയ്യും. അതായത് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരെ ആലോചിച്ചാൽ മതി. ഇപ്പൊ നമ്മൾ കോൺഷ്യസ് ആയിട്ടുള്ള വണ്ടി ഓടിക്കുക, വി ഹാവ് എ വെരി പെരിഫറൽ വിഷൻ ഉണ്ടാവും, ബട്ട് അറ്റ് ദ സെയിം ടൈം വി ക്യാൻ ഡ്രൈവ് ദ ബൈക്ക് തിങ്കിങ് അബൌട്ട് നമ്പർ ഓഫ് തിങ്സ്, അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ വേണ്ടി പറ്റും. സിമിലർ വേ, ഇപ്പൊ നേരത്തെ എന്താ പറയാ, ഒരാള് ജസീമൊക്കെ ചോദിച്ച പോലെ DIMI കവർ ബേസിക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അവിടെ. ബട്ട് സ്ലോലി നിങ്ങൾ പല ആൾക്കാരും പല സ്റ്റേജിൽ നിന്നാണ് വരിക. ദ ഓൺലി തിങ് ഇസ് നിങ്ങൾ നോക്കേണ്ടത് ഓരോ പ്രോഗ്രസ് റിപ്പോർട്ട് വരുന്ന സമയത്തും വെദർ യു ആർ മെയ്ഡ് എ പ്രോഗ്രസ് ഓർ നോട്ട്, ആ ഒരു ഒബ്ജക്റ്റീവ് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി ചില സമയത്ത് പറ്റില്ല. അത് എല്ലാ സബ്ജക്റ്റിലും നമുക്ക് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആയിരിക്കും. 100% ചിലപ്പോൾ നമുക്ക് ക്ലാരിറ്റി വരില്ല. മേ ബി യു ഹാവ് ടു വർക്ക് അഗൈൻ, മേ ബി യു ഹാവ് ടു ലിസൺ അഗൈൻ, അല്ലെങ്കിൽ അത് വീണ്ടും റീഅറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ള, വീണ്ടും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ആകെ ഒരു ഒബ്ജക്റ്റീവ് വരുന്നത്. സോ വൺസ് യു കീപ് ഓൺ ഡൂയിങ് ദാറ്റ് പ്രാക്ടീസ്, യു വിൽ സ്ലോലി മൂവ് ഫ്രം ദാറ്റ്. ഇപ്പം എന്താ പറയുക, ഈ പറഞ്ഞ അൺകോൺഷ്യസ് ഇൻകോമ്പിറ്റൻസി കോൺഷ്യസ് ഇൻകോമ്പിറ്റൻസി വരും, പിന്നെ കോൺഷ്യസ് കോമ്പിറ്റൻസി വരും, പിന്നെ അൺകോൺഷ്യസ് കോമ്പിറ്റൻസി എന്ന് പറഞ്ഞ സ്റ്റേജിലോട്ട് വരും. സോ ദാറ്റ് പ്രാക്ടീസ് വിൽ ടേക്ക് യു ദേ. മനസ്സിലായില്ലേ? അപ്പം വി ഹവ് ഡിസൈൻഡ് എ പ്രോസസ് ആൾസോ അക്കോർഡിംഗ്ലി. അപ്പൊ നിങ്ങളത് ട്രസ്റ്റ് ചെയ്യുക, ആലോചിച്ച് നോക്കുക. അതില എത്രയോ പേർക്ക് ഇവിടെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ റിസൾട്ട് വരുന്നത് അവിടെ ഒരു പ്രോസസ്സ് വർക്ക്ഔട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. മേ ബി പല ആളുകളും പല ഇന്റലിജൻസ് ലെവലിലായിരിക്കും ജോയിൻ ചെയ്യുന്നുണ്ടാവുക ഇവിടെ. സോ മേ ബി ആ ഒരു നിങ്ങൾ എടുക്കുന്ന ഇപ്പം ലെറ്റ്സ് സന എടുക്കുകയാണ്, 5 മാസം എടുക്കുകയാണെങ്കിൽ അതിലേക്ക് ചിലപ്പോൾ അത് 3 മാസം കൊണ്ട് ചിലപ്പോൾ ചെയ്യാൻ വേണ്ടി പറ്റുമായിരിക്കും, അല്ലെങ്കിൽ അതിലേക്ക് 6 മാസം കൊണ്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. സോ യുവർ ലേണിംഗ് ജേർണി വിൽ ബി ഡിഫറെന്റ്. ബട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഐ ഡോണ്ട് നോ ഹൗ യു ഹവ് ലേൺഡ് ഇൻ യുവർ പാസ്റ്റ്, ആ ഒരു ഫാക്ടർ അവിടെ വരുന്നുണ്ട്. ബട്ട് വി ഹവ് ട്രൈ ടു കീപ് ഇറ്റ് മാക്സിമം പേഴ്സണലൈസ്. വി ഹവ് ട്രൈ ടു എന്താ പറയുക, സിലബസ് കാര്യങ്ങൾ അങ്ങനെ ക്യൂറേറ്റ് ചെയ്തിട്ട് ഹാൻഡ് പിക്ക് ചെയ്തിട്ട് മാത്രമാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ നിങ്ങളത് പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവിലായിരിക്കണം ഫോക്കസ് വേണ്ടത്. ഓൾറൈറ്റ്, അതിലെ ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഒന്ന് ഉണ്ടെങ്കിൽ തംസപ്പ് തന്നോളൂ. അതിലെ പോയോ? ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ചെയ്യുന്നു ആസ് എ ലൈഫ്, ഓക്കെ, ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ചെയ്യുന്നു ആസ് എ ലൈഫ് സയൻസ് ആസ്പിരന്റ്. കുറച്ച് ബേസിക്സ് നമ്മൾ ആദ്യം പഠിക്കേണ്ടി വരില്ലേ, സ്പെഷ്യലി പാർട്ട് എ. അതിന് ഈ 70 ഡേയ്സിൽ പറ്റുമോ? ഫ്രം ദ ബേസിക്സ് പാർട്ട് എ ആൻഡ് ബി എല്ലാം ഫോക്കസ് ചെയ്യുമ്പോൾ. ആഷികയുടെ ഫസ്റ്റ് ഓഫ് ഓൾ ഓപ്പൺ ആയിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞങ്ങൾ ഇവിടെ എയ്ഫർ പറയുന്നത് നിങ്ങൾക്ക് 100% റിസൾട്ട് തരാം എന്നുള്ളതല്ല. വി ക്യാൻ ഗിവ് യു 100% ഓഫ് ദ റൈറ്റ് സർവീസ്, അല്ലെങ്കിൽ റൈറ്റ് പ്ലാറ്റ്ഫോം, റൈറ്റ് എക്കോസിസ്റ്റം തരാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, റിസൾട്ട് ആരും ഇവിടെ ഗ്യാരണ്ടി ചെയ്തിട്ടില്ല. ബട്ട് വി ആർ ആക്ച്വലി ദ ബെസ്റ്റ് ഇൻ ദ ഇൻഡസ്ട്രി റൈറ്റ് നൗ.
ഓക്കെ. സെക്കൻഡ് തിങ്, ഞാൻ ഈ പറയുന്നത് ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നു ആസ് എ ലൈഫ് സി. ആഷിക ആഷിക ആലോചിക്കേണ്ടത്, ആഷിക ഇപ്പോഴെങ്കിലും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഡെഫിനറ്റ്ലി മേക്ക് എ പ്രോഗ്രസ്. മേ ബി ആഷിക ഞാൻ ഈ പറയുന്നത് ഇപ്പം ലെറ്റ്സ് 100 മാർക്കാണ് നമുക്ക് എന്ത് നെറ്റ് ക്ലിയർ ചെയ്യാണെന്ന് വെച്ചോ. ആഷിക ഇപ്പൊ 70ലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു 30-40 മാർക്കിന് ഡിഫറൻസിലാണ് ആഷിക പോവാൻ കിട്ടാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ആ 30-40 മാർക്സിന് ഡിഫറൻസ് സേഫർ ഉണ്ടാക്കി തരാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പം മേ ബി ഇഫ് യു നീഡ് 70 മാർക്സ് ഓഫ് ഡിഫറൻസ്, അതിപ്പോ എന്താ പറയുക, ഒരു ഫൗണ്ടേഷനും ഇല്ലാതെയാണ് ആഷിക ഇവിടെ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഐ കനോട്ട് പ്രോമിസ് യു ടു ഐ കനോട്ട് പ്രോമിസ് യു ദാറ്റ് ഓക്കെ ഐ ബി ഏബിൾ ടു ക്ലിയർ യു ഇൻ ദ ജൂൺ അറ്റംപ്റ്റ് ഇറ്റ്സെൽഫ്, ബട്ട് ഡെഫിനറ്റ്ലി വി കൻ ഗിവ് യു എ പ്രോമിസ് ഫോർ ദ ഡിസംബർ അറ്റംപ്റ്റ്. സോ അപ്പൊ ആഷിക ഫസ്റ്റ് ടൈം ആണ് എഴുതുന്നതെന്ന് പറഞ്ഞു, അപ്പൊ യു ഡോണ്ട് ഹാവ് എനി ഐഡിയ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺസ് യു ഓൺ ബോർഡ് വി വിൽ ഡു അഗൈൻ എ പ്രിപ്പറേറ്ററി ടെസ്റ്റ് ഫോർ യു. അതേപോലെ തന്നെ ഈ പറഞ്ഞ മന്ത്ലി എക്സാംസ് ഉണ്ടാവും. വി ആൾസോ ARF എക്സാമിനേഷൻ, എ ഫോർ റിസർച്ച് സ്കോളർഷിപ്പ് ഫെലോഷിപ്പ് പ്രോഗ്രാം ആണ്. അപ്പൊ ആ എക്സാംസ് എന്ന് പറയുമ്പോൾ റിയൽ ടൈം UGC നെറ്റ് എക്സാം എങ്ങനെയാണോ നടക്കുന്നത് അതിന് സിമിലർ പാറ്റേൺ നടക്കുന്ന എക്സാം ആണ്. അപ്പൊ ഇതൊക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി എഴുതാൻ വേണ്ടി പോകുന്നത് ആ ഒരു സബ്ജക്ട് JRF കിട്ടാൻ ചാൻസ് ഉള്ള കുട്ടികളുടെ കൂടെയാണ്. ഇപ്പൊ നിങ്ങൾ അയച്ചാൽ മതി, കഴിഞ്ഞ എക്സാമിന് 46 ഉണ്ട്. ഈ 46 JRF കിട്ടിയ ആളുടെ കൂടെ തന്നെയല്ലേ നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ 400 നെറ്റ് കിട്ടിയ ആളുടെ കൂടെ തന്നെയല്ലേ നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അവരും നിങ്ങളും തമ്മിലെ ഡിസ്റ്റൻസ് എന്താണ്, എത്ര സ്പേസ് ഉണ്ട്, ആ സ്പേസിന് ഇനി എത്രത്തോളം ഞാൻ എഫേർട്ട് എടുക്കണം എന്നുള്ളൊരു ക്ലാരിറ്റി ആശയക്ക് വരും. ഇവിടെ നമുക്ക് ഈ പ്രിപ്പറേഷൻസിൽ വരുന്ന ഏറ്റവും വലിയൊരു വില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാരിറ്റി ഇല്ലായ്മയാണ്. അതായത് നമ്മൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാം, വി പോസ്റ്റ്പോൺ ദ ലേണിംഗ്. അല്ലേ? ഞാൻ ഒരു കാര്യത്തിന്റെ മുകളിൽ കൺഫ്യൂസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, നാളെ പഠിക്കാം, മറ്റന്നാൾ പഠിക്കാം, നാളെ പഠിക്കാം, മറ്റന്നാൾ പഠിക്കാം, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തംസപ്പ് വരാം. അങ്ങനെ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. പോസ്റ്റ്പോൺ ചെയ്ത് പോകും. അപ്പൊ ആദ്യം നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത് ക്ലാരിറ്റി ആണ്, വേർ യു ആർ കറന്റ്ലി സ്റ്റാൻഡിങ്. ആ ക്ലാരിറ്റി കിട്ടുമ്പോൾ അറിയാം ഹൗ മച്ച് ടൈം ഡു ഐ നീഡ് ടു ആക്ച്വലി ക്രാക്ക് ദ എക്സാം എന്നുള്ളത്. അപ്പൊ ആഷികയുടെ അടുത്ത് ഞാൻ പറയുന്ന, ആഷിക നമ്മൾ ഒരുപാട് ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ വി വിൽ നോട്ട് ടേക്ക് ആക്ഷൻ. അപ്പൊ ഈ ഇനാക്ഷൻ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ കോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ. അറ്റ്ലീസ്റ്റ് ഇഫ് യു ടേക്ക് എ സ്റ്റെപ്പ് അപ്പ്, ഒരു സ്റ്റെപ്പ് എടുത്ത് ഒരു ആക്ഷൻ എടുത്ത് വെച്ചു, പക്ഷേ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു നോ ഹൗ മച്ച് ഡിഫറൻസ് അല്ലെങ്കിൽ ഹൗ മച്ച് ഡിസ്റ്റൻസ് യു ഹാവ് ബിറ്റ്വീൻ JRF ഓർ നെറ്റ്. അപ്പൊ ആ ഡിസ്റ്റൻസ് കവർ അപ്പ് ചെയ്യാനുള്ള ഒരു ക്ലാരിറ്റി അഷികയ്ക്ക് വന്നു കഴിഞ്ഞാൽ യു നോ ഹൗ മച്ച് എഫേർട്ട് യു ഹാവ് ടു പുട്ട്. മേ ബി ഇപ്പം 2 hours എഫേർട്ട് എടുക്കുന്ന അഷിക വൺസ് യു സ്റ്റാർട്ട് നോക്കി അത് അച്ചീവബിൾ ആണ് തോന്നിക്കഴിഞ്ഞാൽ യു വിൽ ഡെഫിനറ്റ്ലി ഹാവ് ദ പുഷ് ടു ഡു 4 hours അല്ലെങ്കിൽ 6 hours ട്രെയിനിങ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് അഷികയ്ക്ക് വരും. അഷിക അത് ക്ലിയർ ചെയ്യും. ഇപ്പൊ ഇവിടെ ഞാൻ പറയട്ടെ, ഞാൻ A4 വന്ന സമയത്ത് ഒരു 2 years ബാക്കിനൊക്കെ എടുത്ത് വന്ന സമയത്ത് എനിക്ക് ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ സീൻ സ്റ്റുഡൻറ് സിറ്റിംഗ് ഹിയർ ഫോർ 23 hours, 23 മണിക്കൂർ ലൈവ് ആയിട്ടുള്ള ക്ലാസ്സസിൽ ഇരിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ടു മദേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്, പല ഡൊമൈനിലുള്ള ആളുകളുണ്ട്. അപ്പൊ ഞാനത് അനിസ്കിന്റെ അടുത്ത് പോയി ചോദിച്ച ഒരു കാര്യമാണത്. എന്താ എങ്ങനെ മീൻ ബേസിക്കലി എനിക്കൊന്നും ഇരിക്കാൻ 23 hours ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ തലയിറങ്ങും. എനിക്കൊന്നും ഇരിക്കാൻ പറ്റാത്തൊരു കാര്യം. അപ്പൊ ഞാൻ അനിസ്ക ചോദിച്ച സമയത്ത് അനിസ്ക പറഞ്ഞത്, ഇപ്പൊ ഇവിടെ വരുന്ന എല്ലാവരും ഇനീഷ്യലി 23 hours ഇരിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിട്ടല്ല വരിക, അല്ലെങ്കിൽ ആ ഒരു മെന്റൽ കപ്പാസിറ്റി ആയിട്ടല്ല വരിക. ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് ഗോയിങ് ടു എ ജിം. യു സ്ലോലി ട്രെയിൻ. അപ്പൊ ആദ്യം നമ്മൾ എന്താ ട്രെഡ്മിൽ ഒരു 20 മിനിറ്റ് വർക്ക്ഔട്ട് ചെയ്യും, പിന്നെ 30 മിനിറ്റ് ആക്കും, പിന്നെ 40 മിനിറ്റ് ആക്കും, പിന്നെ 1 hour ആക്കും. അത് നമ്മൾ 1 hour ആക്കാനുള്ള നമുക്കൊരു മോട്ടിവേഷൻ എന്താണ്, യു ആർ സീയിങ് ദ പ്രോഗ്രസ്, അല്ലെങ്കിൽ ആ റിസൾട്ട് ആണ് നമ്മൾ വീണ്ടും വീണ്ടും മോട്ടിവേറ്റ് ചെയ്യുന്നത്. സിമിലർ വേ ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് എക്സാംസ് വെച്ച് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ചെക്ക് പോയിന്റ്സ് ഉണ്ടാവും. അപ്പൊ ഈ ചെക്ക് പോയിന്റ്സ് നിങ്ങൾക്ക് ഒരു ഐഡിയ തരും. ഓക്കെ ഐ ക്യാൻ ക്രാക്ക് ഇറ്റ്. ആ ഒരു കൺവിക്ഷൻ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് വരും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ജെന്യൂൻ ആയിട്ട് നിങ്ങൾ എഫേർട്ട് എടുക്കുകയാണെങ്കിൽ ആ കൺവിക്ഷൻ നിങ്ങൾക്ക് വരുന്ന ഒരു മൊമെന്റ് ഉണ്ടാവും. സോ ആ ഒരു കൺവിക്ഷൻ വരുന്ന ഒരു മൊമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പോ നേരത്തെ ടെസ്റ്റിമോണി ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ ഇതൊരു സിസ്റ്റമാണ്. ഇതിനുള്ളിൽ കയറി കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു മോട്ടിവേഷൻസ് കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി വരും. ബിക്കോസ് യു ഹാവ് ദ കൺവിക്ഷൻ, യു ഹാവ് ദ ക്ലാരിറ്റി ആൻഡ് യു ഹാവ് ദ റൈറ്റ് മെറ്റീരിയൽ വിത്ത് യു. വൺസ് യു ഗെറ്റ് ദാറ്റ് കൺവിക്ഷൻ, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എന്താവും, കംപ്ലീറ്റ്ലി അലൈൻഡ് ആവും. ഇപ്പൊ ചെയ്യുന്ന പോലെ പോസ്റ്റ്പോൺ ചെയ്യുക, നാളെ പഠിക്കുക, മറ്റന്നാൾ പഠിക്കുക എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലോട്ടേക്ക് നിങ്ങൾക്ക് ഒരിക്കലും പോകേണ്ട ആവശ്യം വരില്ല. ഓക്കെ. സോ ആഷിക ഈ പറഞ്ഞ പോലെ ഇൻ ഡെപ്തിൽ എനിക്ക് സബ്ജക്റ്റിൽ ആഷികനെ എങ്ങനെയാണ് അവർ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞു തരാൻ വേണ്ടി പറ്റില്ല. ഐ എം റിയലി സോറി. അതിനൊരു അത്രയും സബ്ജക്ട് നോളജ് എനിക്ക് അതിന്റെ മുകളിലില്ല. ബട്ട് ഡെഫിനറ്റ്ലി നമുക്ക് ഇവിടെ ഒരു പ്രോസസ്, ഇപ്പം നമ്മുടെ CSIR മാം ഒക്കെ അടിപൊളിയായിട്ടുള്ള ആളാണ്. വൺസ് യു മീറ്റ് യു വിൽ ഗെറ്റ് ടു നോ. അപ്പം ആള് തന്നെ ഓൾറെഡി 3 times നെറ്റ് ക്വാളിഫൈഡ് ആണ്, 1 time JRF ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റിയാണ്. സോ ഷീൽ ഡെഫിനറ്റ്ലി ബി ഏബിൾ ടു ഹെൽപ്പ് യു ഔട്ട്. പിന്നെ ആളും ഇൻഡിവിജ്വൽ ആളുടെ നിങ്ങളുടെ കൂടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഡെഫിനറ്റ് ഒരു പ്രോപ്പർ സപ്പോർട്ട് സിസ്റ്റം നിങ്ങൾക്ക് അവിടെ എന്തായാലും ഉണ്ട്, ഇൻ ടേംസ് ഓഫ് മെറ്റീരിയൽ, ഇൻ ടേംസ് ഓഫ് ദ ഫാക്കൽറ്റി ആസ് വെൽ. ഓക്കെ, ഷീസ് മൈ പേഴ്സണൽ ഫേവറേറ്റ് ബേസിക്കലി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആസ് എ ഫാക്കൽറ്റി. ഓക്കെ, എനിത്തിങ് എൽസ്? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യാം. ഓക്കെ, അതിന് 70 days പറ്റുമോ? ആഷിക ഞാൻ ഈ പറഞ്ഞ കേസസ് തന്നെയാണ്. മേ ബി യു നീഡ് 80 days, മേ ബി യു നീഡ് 70 days, മേ ബി യു നീഡ് 50 days.
വിച്ച് ഐ വോണ്ട് ബി ഏബിൾ റിയലി കമന്റ്, കാരണം ഐ ഡോണ്ട് നോ വാട്ട് സ്റ്റേജ് യു ആർ റൈറ്റ് നൗ, ഇൻ എത്രയാണ് മാർക്ക് കിട്ടിയത്, പി ജിയിൽ എത്ര മാർക്ക് ഉണ്ടായിരുന്നു, ഹൗ ഡു യു ലേൺ, നിങ്ങളുടെ 1 മുതൽ ഈ ഡിഗ്രി വരെ പഠിച്ചത് എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയില്ല. ഓക്കെ, ജസീമിന്റെ ഡൗട്ട്സ് ക്ലിയർ ആയിരുന്നു. DI and MR കവർ ബേസിക്സ് എന്ന് പറയുമ്പോൾ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ എന്തായാലും ഡെഫിനറ്റ്ലി കവറപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഇപ്പം ഒരു ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാം പല കുട്ടികളും വരുന്ന സ്റ്റേജ് ഏതാണെന്നുള്ളത്. അപ്പോൾ ഒരു ഫൗണ്ടേഷൻ എന്ന രീതിയിൽ ഇപ്പം 70 ഡേയ്സിന്റെ ബാച്ചിലോട്ടേക്ക് ഉണ്ടാവില്ല, ബട്ട് ഡെഫിനറ്റ്ലി വെൻ യു ആർ ഗോയിങ് ഫോർ ഇന്റഗ്രേറ്റഡ് ബാച്ച് ഡെഫിനറ്റ്ലി ആ ഒരു ഫൗണ്ടേഷൻ ലെവൽ ട്രെയിനിങ്സ് കാര്യങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. ഓക്കെ, റിഗാർഡിംഗ് ദ മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് ദർ ഈസ് ഓൾവേസ് വിൽ ഇറ്റ് ബി കവർഡ്. സി ട്രിക്കി വേ എന്ന് പറയുന്ന സമയത്ത് ഇപ്പം ഈ പറഞ്ഞ നിങ്ങളിപ്പം ഐ തിങ്ക് യുവർ വേർഡ് അനീസ്കയുടെ സെഷൻസ് കണ്ടിട്ടുള്ള ആളുകളാണ്, റൈറ്റ്? അപ്പൊ അനീസ്കയ്ക്ക് ഒരു മെത്തേഡ്സ് ഉണ്ട് ഡെഫിനറ്റ്ലി ഇത് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു മെത്തേഡ്സ് കാര്യങ്ങളുണ്ട്. ദർ ആർ ഡിഫറെന്റ് ഷോർട്ട് കട്ട്സ് അവൈലബിൾ, ദർ ആർ ഡിഫറെന്റ് സൊല്യൂഷൻസ് അവൈലബിൾ, അല്ലെ? ഇപ്പൊ നമ്മൾ IQ-Man പറയില്ല, IQ-Man ഒക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഡെഫിനറ്റ്ലി ദർ ആർ മൾട്ടിപ്പിൾ മെത്തേഡ്സ് ദാറ്റ് ഇൻ വിച്ച് യു ക്യാൻ ക്ലിയർ ദ എക്സാംസ്. അപ്പൊ ഡെഫിനറ്റ്ലി അങ്ങനത്തെ കാര്യങ്ങളും ബേസിക്കലി നമ്മൾ ഇവിടെ വരുമ്പോൾ നോക്കുന്നത് നിങ്ങൾ എങ്ങനെ പോർഷൻസ് പഠിപ്പിച്ച് തീർക്കാൻ പറ്റും എന്നുള്ളതല്ല, നിങ്ങളെ കൊണ്ട് എങ്ങനെ എക്സാംസ് ക്ലിയർ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത്. ദാറ്റ് ഈസ് എ തോട്ട് പ്രോസസ് വി ആർ ഹാവിങ്. അപ്പൊ എവ്രിതിങ് ദാറ്റ് വി ഡു എല്ലാം ആ ഒരു വിഷനായിട്ട് അലൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ആ വിഷൻ എങ്ങനെ മീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിപ്പോ നെക്സ്റ്റ് ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെയിം ടൈം എക്സാമിന് ജൂണിലോട്ട് വരുന്ന സമയത്ത് 100 JRF അച്ചീവ് ചെയ്യാന്നുള്ള ഒബ്ജക്റ്റീവിലാണ് ആസ് എൻ ഓർഗനൈസേഷൻ കളക്റ്റീവ് ആയിട്ട് നമ്മൾ ഇരിക്കുന്നത്. അപ്പം ഇന്നിപ്പോ ഒരു ഓഫ് ഡേ ആണ് ബേസിക്കലി, അല്ലെ? ഇന്നൊരു ഇലക്ഷൻ ഡേ ആണ്, ഓഫ് ഡേ ആണ്. നമ്മളിപ്പോൾ സീരിയസ് ആയിട്ട് ഇരിക്കുന്നത് ഇനി അങ്ങോട്ടേക്ക് ജൂണിലോട്ട് പ്ലാൻ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ച് സമയം കളയാനില്ല അവരെ സംബന്ധിച്ച്. അപ്പൊ ഈ ഒരു ഓഫ് ഡേ ഇരുന്ന് ഇത്രയും വലിയൊരു ലോങ് വെബിനാറിൽ അനീസ്ക്കും ഞാനും എല്ലാവരും ഇരുന്ന് സംസാരിച്ച് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തരാണ് വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ് ഹിയർ. അപ്പൊ ഇതിന് എത്രത്തോളം സീരിയസ് ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ എയ്ഫറിന് ഇത്രയും റിസൾട്ട് ബേസിക്കലി കയറാൻ വേണ്ടി കാരണം ഏറ്റവും കൂടുതൽ കുട്ടികളെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് നമ്മളാണ്. നാളെ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് വന്ന് നമ്മളെക്കാളും കൂടുതൽ പണിയെടുക്കാൻ അവർക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട് പെർഫോം ചെയ്യാൻ ഒരാൾക്ക് പറ്റുമെന്ന് ഡെഫിനറ്റ്ലി ദേ വിൽ ആൾസോ ഗെറ്റ് ദ റിസൾട്ട്. ഇതുവരെ നമ്മൾ ഔട്ട് പെർഫോം ചെയ്യുന്ന രീതിയിൽ ആരും പെർഫോം ചെയ്യാത്തതുകൊണ്ടാണ് റിസൾട്ട്സ് വരുന്നത്. ഇപ്പൊ ഡെഫിനറ്റ്ലി ഇൻ എവറി ആസ്പെക്ട് നിങ്ങൾക്ക് ഏത് സിറ്റുവേഷനിലും ഏത് ചലഞ്ചും വരാണെങ്കിൽ വി ആർ റെഡി ടു ഹെൽപ്പ് യു ഔട്ട്. ആൻഡ് ദർ ആർ ലോട്ട് ഓഫ് ഇവിടെ മെറ്റീരിയൽസ് ഉണ്ട്, മെറ്റീരിയൽ സപ്പോർട്ട് ഉണ്ട്. ഇപ്പം ഇവിടെ ലെറ്റ്സ് ഓൺ ബോർഡ് ചെയ്യുന്ന സമയത്ത് അഗൈൻ വിലീന നേരത്തെ ചോദിച്ചൊരു ചോദ്യമാണ്, നമുക്കൊരു മെറ്റീരിയൽസ് ഉണ്ട്. ആ മെറ്റീരിയൽസിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മൊഡ്യൂൾസിന്റെയും ഇനീഷ്യലി ഏത് കോർ ടോപ്പിക്സ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് പ്രയോറിറ്റി സെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് മെറ്റീരിയൽസ് തന്നെ തരുന്നുണ്ടാവുക. കാരണം എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ് പലർക്കും അറിയാത്തത്. അപ്പൊ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം എന്നുള്ള ക്ലാരിറ്റിയും ഇവിടെ എല്ലാവർക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, തരുന്നുണ്ടാവും. എങ്ങനെയാണ് അത് പഠിക്കേണ്ടത്, ഏത് മോഡലിലാണ് നിങ്ങൾ അത് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു വ്യക്തമായ ക്ലാരിറ്റി എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മൾ തരുന്നുണ്ടാവും. ഓക്കെ, അൻഷിതിന്റെ ഡൗട്ട് ക്ലിയർ ആയിരുന്നു ഞാൻ പറഞ്ഞത്? സജിന അതേപോലെ തന്നെ കുറെ പേര് ഞാൻ ആക്ച്വലി മീറ്റിംഗിൽ കാണുന്നുണ്ട്, ഐപാഡിനൊക്കെയാണ് പേര് കാണുന്നത്. ജസീനയ്ക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നിവേദിത, സഫ്ന, നിങ്ങൾക്കൊന്ന് സഫ, ബിസ്ന, സിയാദ്, അതേപോലെ തന്നെ ഷെബീബ്, ഭാവന, ലബീബ്, പിന്നെ ആരാണ്? അൻഷിത്. ഓക്കെ, ക്ലിയർ ആയിന്നാണോ അതുകൊണ്ട് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല. ആണെങ്കിൽ ഒരു തംസപ്പ് തരാമോ? പിന്നെ സാരംഗ് മീറ്റിംഗില്? സാരംഗ് ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ദീപക്, മുർഷിദ, ജസീന, ഷബാന, ആഷികായിട്ട് സംസാരിച്ചു, അഖില, ആർദ്ര. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. പിന്നെ ഇതിൽ ഞാൻ നേരത്തെ ചോദിച്ച പോലെ ജൂണിലോട്ട് പ്ലാൻ ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ പേരും നമ്പറും ഒന്ന് ഡ്രോപ്പ് ചെയ്യാവോ? അങ്ങനെയാണ് നിങ്ങളുടെ റെസ്പെക്റ്റീവ്. നമുക്കിപ്പോൾ 10th നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ വെക്കേഷൻ ബാച്ച് കംപ്ലീറ്റ്ലി 10th നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാവും. കാരണം അത് ബേസിക്കലി നെക്സ്റ്റ് വീക്ക് മുതൽ നമുക്ക് ഫുൾ ഫ്ലെഡ്ജ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ സെക്കൻഡ് സാറ്റർഡേ സൺഡേ ആണ് വരുന്നത്. അപ്പൊ നാളത്തോടു കൂടി നമുക്കിത് കംപ്ലീറ്റ്ലി ഫൈനലൈസ് ചെയ്യും. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ അഡ്മിഷൻസ് എടുക്കുന്ന സമയത്ത് വി ഹാവ് എ ലിമിറ്റഡ് കപ്പാസിറ്റി. അതിന്റെ മുകളിലോട്ട് പോകുമ്പോൾ അനീസ്ക്ക് സമ്മതിക്കില്ല. വെരി സിമ്പിൾ റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ പണ്ട് ഇതേപോലെ റിസൾട്ട് വന്നൊരു മന്തിൽ നമുക്ക് ഒരുപാട് അഡ്മിഷൻസ് വന്ന് നമ്മൾ എടുത്തു വെച്ചു. അതിൽ വന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ ഒരു മെന്റർ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. സോ ഇത്തവണ കഴിഞ്ഞ തവണയൊക്കെയായിട്ട് അനീസ്ക്ക് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്നത് നമ്മുടെ മെന്റർക്ക് അനുസരിച്ചിട്ട് ഇതിന്റെ റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾ ചെയ്താൽ മതി എന്നുള്ളതാണ്. സോ ഫോർ എവറി ഡിഫറെന്റ് സബ്ജക്ട് വി ഹാവ് എ ബാൻഡ്വിഡ്ത്ത്. അപ്പൊ അത് വൺസ് ഫിൽ ആയി കഴിഞ്ഞാൽ വി വോണ്ട് ബി ടേക്കിംഗ് എനി ഫർദർ അഡ്മിഷൻസ് അറ്റ്ലീസ്റ്റ് ഫോർ ദ ജൂൺ ബാച്ച്. ഫോർ ഡിസംബർ ബാച്ച് വി ഡു ഹാവ് അഡ്മിഷൻസ്. ബട്ട് ഇന്റഗ്രേറ്റഡ് ബാച്ചിലോട്ട് നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഏർലി ബേർഡ് ഓഫർ ആണ്. ദാറ്റ് ഈസ് വെൻ യു എൻറോൾ റൈറ്റ് നൗ ഈ ഒരു 2 months നിങ്ങൾക്ക് കോംപ്ലിമെന്ററി ആയിട്ട് വരുന്ന പോലെ ആയിരിക്കും.
റൈറ്റ്. പേയ്മെന്റ് ആൻഡ് ഓൾ ഈസ് നോർമൽ, ബട്ട് ഈ ഒരു 2 മന്ത് നിങ്ങൾക്ക് കോംപ്ലിമെന്ററി ആയിട്ട് വരുന്ന രീതിയിലേക്കാണ് അതിന്റെ പ്രൈസിങ് തന്നത്. അത് ഞങ്ങളുടെ ഒരു സെൽഫിഷ് നീഡാണ്. ബേസിക്കലി നിങ്ങളെ നമുക്ക് നേരത്തെ ഡിസംബർ ബാച്ചിലോട്ട് ഓൺബോർഡ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ വി കൻ ഗിവ് യു ദാറ്റ് കോമ്പറ്റീവ് അഡ്വാൻറ്റേജ്. ഓട്ടോമാറ്റിക്കലി നമുക്കൊരു 100 സ്റ്റുഡൻസ് വരുമ്പോൾ അത്രയും കുട്ടികൾക്ക് ഒരു കോമ്പറ്റീവ് അഡ്വാൻറ്റേജ് വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദ റിസൾട്ട് നമ്പേഴ്സ് വിൽ ആൾസോ ബി ഹൈ. അപ്പൊ ഇത്രയും കുട്ടികളുടെ റിസൾട്ട് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവർ ബ്രാൻഡ് നെയിം, ഒരു ബ്രാൻഡ് പൊസിഷനിങ് ഒന്നും കൂടി ഇമ്പ്രൂവ് ആവും. അതുകൊണ്ടുള്ള ഒരു ഡിസിഷന്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഡിസംബർ ബാച്ചിലോട്ട് എൻറോൾ ആവുന്ന കുട്ടികൾക്ക് ഈ ഒരു 2 മന്ത്സ്, ജൂൺ വരെയുള്ള ബാച്ച് കോംപ്ലിമെന്ററി ആണ്. ബട്ട് യു വിൽ ബി പേയിങ് ദ ഫീസ് ഓഫ് ദ നെക്സ്റ്റ് 6 മന്ത്. അതിനുശേഷമുള്ള 6 മന്തിന്റെ ഫീസ് ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക. ബട്ട് യു ഹാവ് ടു പേ അപ് ഫ്രണ്ട്. ക്ലിയർ ആയോ? ആൻഡ് ടു സപ്പോർട്ട് ദം ഫിനാൻഷ്യലി നമ്മൾ റീസെന്റ് ആയിട്ട് ഇൻസ്റ്റാൾമെന്റ് ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദർ ആർ ഓപ്ഷൻസ് വരെ യു ക്യാൻ, അതിന് മിനിമം എമൗണ്ട് ഒക്കെ ഉണ്ട്. 15K സംതിങ് മിനിമം എമൗണ്ട് ഉണ്ട്. അതിന് 8 മാസം കൊണ്ടൊക്കെ നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റുന്ന പ്ലാൻസ്, ഇൻസ്റ്റാൾമെന്റ് പ്ലാൻസ് കാര്യങ്ങളുണ്ട്. ജസ്റ്റ് ആധാർ കാർഡ്, പാൻ കാർഡ് ഒക്കെ മാത്രം മതി എന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ കാര്യങ്ങൾ അഡ്മിഷൻ ഓഫീസിൽ നിന്ന് പറഞ്ഞു തരും. വി ഹാവ് ഡെഫിനറ്റ്ലി ഇൻസ്റ്റാൾമെന്റ് ഓപ്ഷൻസ്. ബട്ട് ലൈക്ക് ഐ സെഡ്, ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ റിക്വയർമെന്റ് ആണ്. കാരണം പല കുട്ടികൾ പല സമയത്ത് വന്ന് അഡ്മിഷൻസ് എടുക്കുന്ന സമയത്ത് വി വോണ്ട് ബി ഏബിൾ ടു ഗിവ് യു പ്രോപ്പർ ട്രീറ്റ്മെന്റ്. അപ്പൊ April 10th നമ്മൾ അത് വൈൻഡ് അപ്പ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. വെക്കേഷൻ ബാച്ച് അറ്റ്ലീസ്റ്റ്. കാരണം അതിനും ബിലോ ആയി ടൈം കിട്ടി നമുക്കൊന്നും ചെയ്യാനില്ല. നിങ്ങൾ ഇന്ന് ഫീസ് മേടിച്ച് നിങ്ങൾക്ക് ഒരു മേജർ ആയിട്ടുള്ളൊരു ചേഞ്ചോ അല്ലെങ്കിൽ മേജർ ആയിട്ടൊരു ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റോ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല ഇനി ലെസർ ഡേയ്സ് ആണെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് കംപ്ലീറ്റ്ലി നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ് വെക്കേഷൻ ബാച്ച് ബൈ April 10th. അതിനുശേഷം ദർ വിൽ ബി നോ റിക്രൂട്ട്മെന്റ് ഹാപ്പനിങ്. ബട്ട് ഇന്റഗ്രേറ്റഡ് ബാച്ചിലോട്ട് ഉണ്ടാവും. ബട്ട് റൈറ്റ് നൗ ഇഫ് യു എൻറോൾ ബിഫോർ April 10th, ഡെഫിനറ്റ്ലി യു ഹാവ് ദാറ്റ് കോംപ്ലിമെന്ററി ഓപ്ഷൻ ടു അറ്റൻഡ് ദ 2 months ഓഫ് ക്ലാസ്. മനസ്സിലായോ? ഓക്കെ. സിയക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ശരണ്യ, ഐ തിങ്ക് ശരണ്യ കുറെ എൻഗേജ്മെന്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ആതിര, വർഷ, ആയിഷ, സുഭശ്രീ. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. നിങ്ങളുടെ പേരും മൊബൈൽ നമ്പർ ഒന്ന് ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിൽ ഗിവ് യു പ്രയോറിറ്റി കോൾ. അതായത് എയ്ഫറിന്ന് ആദ്യം വിളിക്കുന്ന കാൻഡിഡേറ്റ്സ് എന്നുള്ള രീതിയിലേക്ക് തരും. കുറച്ച് പേര് എനിക്ക് ആക്ച്വലി പേഴ്സണലി നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട്. ബട്ട് അല്ലാത്തവർക്ക് നിങ്ങൾക്ക് പബ്ലിക് ആയിട്ട് വിടാം. അവർ അഡ്മിഷൻ ഓഫീസേഴ്സ് വിൽ നോട്ട് ഇറ്റ്. ആരും അത് മിസ്യൂസ് ചെയ്യാറില്ല, ഇതുവരെ ചെയ്തിട്ടുമില്ല. അപ്പൊ നിങ്ങൾക്ക് നമ്പറും പബ്ലിക് ആയിട്ട് തന്നെ ഡ്രോപ്പ് ചെയ്യാം, പേഴ്സണലി ഡ്രോപ്പ് ചെയ്യാം. പേരും നിങ്ങളുടെ മൊബൈൽ നമ്പറും സബ്ജക്റ്റും ഒന്ന് മെൻഷൻ ചെയ്ത്. അതായത് ജൂൺ ബാച്ചിലോട്ട് പ്ലാൻ ചെയ്യുന്ന ആളുകൾ പേരും മൊബൈൽ നമ്പറും സബ്ജക്റ്റും ആണ്. ഈ വെബിനാർ പാർട്ടിസിപ്പൻസ് ആയത് കാരണം നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ. അഷിക ഉണ്ട്. ശരണ്യ ശിവൻ, ശരണ്യയുടെ മൊബൈൽ നമ്പറും കൂടി ഒറ്റ മെസ്സേജ് ആയിട്ട് ഇടാൻ പറ്റുമോ? ശരണ്യ, അതേപോലെ സബ്ജക്ട് ഏതാണെന്നുള്ളത്. ഓക്കെ. സിയ, ഓക്കെ. 3 പേര് വന്നു ഇപ്പം ഇതിൽ ചാറ്റിൽ. ധനലക്ഷ്മി, യു കൻ ഓൾസോ ഡ്രോപ്പ് യുവർ നമ്പർ. ധനലക്ഷ്മിയുടെ നമ്പർ ഇട്ടിട്ടില്ല. ദേവപ്രിയ പേഴ്സണലി അയച്ചു. ദേവപ്രിയയുടെ നമ്പർ ഒന്ന് അയക്കാവോ ദേവപ്രിയ? കാരണം നിങ്ങളുടെ പോയിന്റ് ഓഫ് കോൺടാക്ട് കിട്ടിയാൽ മാത്രമേ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. എനിക്ക് കുറേ പേര് ഇതിൽ ആക്ച്വലി പേര് മാത്രമാണ് അയച്ചിരുന്ന ചാറ്റിൽ. നിങ്ങൾ നമ്പറും കൂടി ഡ്രോപ്പ് ചെയ്യൂ കേട്ടോ. നമ്പർ ഡ്രോപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ. അതുകൊണ്ടാണ് വിളിക്കാൻ പറ്റുള്ളൂ, കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ധനലക്ഷ്മി, ഓക്കെ. ദേവപ്രിയയുടെ നമ്പർ വന്നിട്ടില്ല. ഓക്കെ. നീത്തുവിന്റെ ഓക്കെ മൊബൈൽ നമ്പർ വന്നു. രേഷ്മ, മുഫ്ദില, റാഷിദ്, അൻഷിദ് ഏതാണ് സബ്ജക്ട്? ഏതായിരുന്നു അൻഷിദിന്റെ? ജാന ഏതായിരുന്നു സബ്ജക്ട്? യു വെൽക്കം സന. ദിസ് വാട്ട് ഐ ഡു ആക്ച്വലി. അനുശ്രീ, വിൽ ബി മീറ്റിംഗ് ആക്ച്വലി വൺസ് ക്ലാസ്സിൽ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് വിൽ ബി മീറ്റിംഗ് ഇൻ സം ഡേയ്സ് ആക്ച്വലി ഇൻ ദ സെഷൻസ് ആണ്. ആയിഷ, ഓക്കെ. ഗൈസ്, നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി 9:30 ആവാനായി. ഇഫ് യു ഓൾ കുഡ് ഡ്രോപ്പ് യുവർ നെയിം ആൻഡ് നമ്പർ. നമ്മുടെ കൗൺസിലേഴ്സ് അവർക്കും അഡ്മിഷൻസ് കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്ത് നമുക്ക് അക്കൗണ്ട്സ് ടീം ആക്ച്വലി ഇന്ന് നിൽക്കുകയാണ്. റീസൺ ബീങ് നാളെയും കൂടി ഉള്ളൂ നമുക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ സാറ്റർഡേ സൺഡേ ആണ് വരുന്നത്. സോ എവ്രിബഡി ഇൻ ദ എയ്ഫർ ഇസ് റൈറ്റ് നൗ ആക്റ്റീവ്ലി ഡൂയിങ് ദ അഡ്മിഷൻ പ്രോസസ്. കാരണം അക്കൗണ്ട്സ് ടീമിന് ക്ലിയറൻസ് കിട്ടിയാലാണ് ബൈ മൺഡേ നമുക്ക് ഫുൾ ഫ്ലെഡ്ജ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ദാറ്റ് വിൽ ഹെൽപ്പ് us a lot actually to do things. ഓക്കെ. അൻഷിദിന്റെ നമ്പർ ഡ്രോപ്പ് ചെയ്യാം. ഓർ ഇഫ് യു ഹാവ് ഓൾറെഡി ഇൻ ടച്ച് വിത്ത് സംബഡി എൽസ്, അവരായിട്ട് സംസാരിക്കാൻ നിങ്ങൾക്ക്. ഓക്കെ. ദേവപ്രിയ എനിക്ക് പേഴ്സണലി നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട്. ഗൈസ്, ഞാൻ അഗെയിൻ ആർക്കെങ്കിലും നമ്മുടെ വെബിനാറിന്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ടേക്ക് എവ്രിബഡീസ് ക്വസ്റ്റ്യൻ, എവ്രി ഡൗട്ട്സ് ക്ലിയർ ചെയ്തിട്ട് മാത്രമാണ് വെബിനാർ വൈൻഡ് അപ്പ് ചെയ്യുക. And it's okay if you are even taking 10 PM, 10:30 PM, 11 PM, but every doubts will be cleared. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ, ഇനിയിപ്പം പബ്ലിക്കായിട്ട് ചോദിക്കാൻ മറ്റുള്ള ആളുകൾ പേഴ്സണലി ചോദിക്കാൻ ഞാൻ കോമൺ ആയിട്ട് അത് അഡ്രസ് ചെയ്യാം വിത്തൗട്ട് കോളിംഗ് ഔട്ട് യുവർ നെയിം. ബട്ട് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് ഇസ് വാട്ട് വി ആർ ഹിയർ ഫോർ. അപ്പം ആർക്കെങ്കിലും പബ്ലിക്കായിട്ട് ഡൗട്ട് ചോദിക്കാൻ മടിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി എൻ്റെ അടുത്ത് പിങ് ചെയ്യാം. പിങ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ ഡൗട്ട് നിങ്ങളുടെ പേര് പറയാതെ ഇതിൽ അഡ്രസ് ചെയ്യാം. ഒരാൾ ചോദിച്ചു എന്നുള്ള രീതിയിൽ ഞാൻ അഡ്രസ് ചെയ്ത് തരാം. ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു 70 ഡേയ്സിൽ ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ കുറെ പേർക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്താണ് എന്നുള്ളത്.
അല്ലേ? 70 ഡേയ്സിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് വെച്ചാൽ ക്ലിയർ ചെയ്യാനുള്ള ഒരു നമ്മുടെ ഒരു പ്രോസസ്സ് ഉണ്ട്. ആക്ച്വലി വെരി ഹോണസ്റ്റ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ അനീസ്ക ആൻഡ് അക്കാഡമിക്സ് ടീം ദി പുട്ട് ഇൻ എ ലോട്ട് ഓഫ് എഫേർട്ട്, ഒരുപാട് എഫേർട്ട് എടുത്ത് ഒരുപാട് റിസർച്ച് ചെയ്ത് ഇപ്പോൾ കറന്റ് നിങ്ങൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യും, ഈ ഡെയിലി വീക്ക്ലി മന്ത്ലി ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഡിസംബർ 2013 മുതൽ ഇതുവരെ നടന്ന എക്സാംസിന്റെ ബേസ്ഡ് അതിന്റെ പാറ്റേൺസും കാര്യങ്ങളും ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് അവിടെ വരുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ അത് മാത്രം ആക്ച്വലി പ്രോപ്പർ ആയിട്ട് പഠിച്ചാൽ തന്നെ യു വിൽ ഹാവ് എ ലോട്ട് ഓഫ് ഡിഫറൻസ് ഇൻ ദ മാർക്ക്. കാരണം പലരും ഇവിടെ വന്ന ഒരുപാട് കുട്ടികളുണ്ട് വളരെ കോൺഫിഡൻസ് കുറവ്. ഇപ്പൊ നിങ്ങൾ നേരത്തെ ടെസ്റ്റിമോണിയിൽ കണ്ടിട്ടുണ്ടാവും അല്ലെ, ആളൊക്കെ വന്ന സമയത്ത് 7 years ആയിട്ട് അക്കാഡമിക്സ് ആയിട്ട് ഒരു രീതിയിലും കണക്ഷൻസ് ഇല്ലാത്ത ആളാണ്. അപ്പൊ ആൾക്കൊക്കെ വന്നിട്ട് ഇവിടെ നെറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പിന്നെ അമ്മമാരുണ്ട്, അതായത് കുട്ടികളെ വെച്ച് പഠിച്ച് നെറ്റ് ക്ലിയർ ചെയ്ത് ഒരുപാട് പേരുണ്ട്. നമുക്കിവിടെ മോം കാസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. അത് മോംസിന് അമ്മമാർക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് അമ്മമാരുടെ JRF ക്ലിയർ ചെയ്ത ആൾക്കാർ അവരെന്നെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഒരു സ്ട്രോങ് അലൂമിനി നെറ്റ്വർക്ക് ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് ഇപ്പം കഹാറിന് അറിയാൻ പറ്റുമല്ലോ, കുറെ പേര് JRF കിട്ടിയിട്ടില്ല. ക്യാമ്പസ് എന്ന് പറഞ്ഞ ഓട്ടോ ഓടിച്ചുകൊണ്ടാണ് JRF ക്ലിയർ ചെയ്തിട്ടുള്ളത്. ആള് മനോരമ ന്യൂസ് പല ഇന്റർവ്യൂസിൽ പോയ സമയത്തും എയ്ഫറിന്റെ അടുത്തും പറഞ്ഞു, എയ്ഫർ എന്നുള്ള പേര് ബ്രാൻഡ് നെയിം യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ആൾക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന കോൺവിക്ഷനും കോൺഫിഡൻസും നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിയതാണ്. റൈറ്റ്. അങ്ങനെ ഇനി അതേപോലെ തന്നെ അഞ്ജുഷ എന്ന് പറഞ്ഞൊരു കാൻഡിഡേറ്റ് ഉണ്ട്. ഇതേപോലെ തന്നെ നെറ്റ് ക്ലിയർ ചെയ്യാൻ കോൺഫിഡൻസ് ഇല്ലാതെ വന്ന ഒരാളാണ്. ഡിഗ്രിക്ക് 55% ബോർഡർ ലൈനിൽ നിന്നിട്ടുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്, ആൾക്കും ഈ പറഞ്ഞ നെറ്റ് ക്രാക്ക് ചെയ്യാൻ JRF അല്ല നെറ്റാണ് ആൾ ക്രാക്ക് ചെയ്തിട്ടുള്ളത്, നെറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അങ്ങനെ പല വാക്സ് ഓഫ് ലൈഫിൽ ഇപ്പൊ ഫസ്റ്റ് എന്ന് പറഞ്ഞ നേരത്തെ ഇംഗ്ലീഷിനെ മെന്റർ നെറ്റ് ഒബ്ജക്റ്റീവ് ആയിട്ട് വെച്ച് വന്നിട്ടുള്ള ആളാണ്. ആൾ ഇവിടുന്ന് പോകുമ്പോൾ JRF ക്ലിയർ ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. റൈറ്റ്. ഇപ്പൊ നെക്സ്റ്റ് സ്റ്റോറീസ് ഇനി വരാൻ പോകുന്ന ആളുകളെയാണ് ഞാനിപ്പോ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പല ആളുകളും നെക്സ്റ്റ് നെറ്റും അല്ലെങ്കിൽ JRF കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്, എന്തായാലും ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ആ ആക്ഷൻസ് എടുക്കുക എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് എൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ യുവർ ലേണിംഗ്. അപ്പൊ ഇത് നിങ്ങൾക്ക് അതായത് പൈസ എന്ന് പറഞ്ഞ കാര്യം നമുക്ക് വീണ്ടും ആക്ച്വലി ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ സമയം എന്ന് പറഞ്ഞൊരു കാര്യം നഷ്ടപ്പെട്ട ഒരിക്കലും ഗെയിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ഡോണ്ട് ലൂസ് ഔട്ട് യുവർ ടൈം, ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, നോളജ് എന്ന് പറഞ്ഞൊരു കാര്യം. ഇപ്പം ആരാണെങ്കിലും ഇതിലിരിക്കുന്ന എന്ത് നോളജ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആർക്കും തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഈ ഒരു 2 കാര്യത്തിലായിരിക്കും നമ്മൾ കൂടുതൽ എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്. ആ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങളുടെ ഡിസിഷൻസും കാര്യങ്ങളും അതിനായിട്ട് അലൈൻ ചെയ്തിട്ടാണ് വേണ്ടത്. ഇനി പേടിയുള്ള ആളുകളുണ്ടാവും ഡിസ്റ്റൻസ് എടുക്കുക, അയ്യോ ഇത് ശരിയാവില്ല എന്നുള്ളത്. ബട്ട് ടേക്ക് ദ ഡിസിഷൻ ആൻഡ് ദെൻ മേക്ക് ഇറ്റ് റൈറ്റ്. അത് അങ്ങനെയാണ് വർക്ക്ഔട്ട് ആവുള്ളൂ. അല്ലാതെ എടുത്തു കഴിഞ്ഞാൽ ശരിയാവോ തെറ്റാവോ എന്ന് ആലോചിച്ചിരുന്നാൽ നമുക്ക് ഒരു കാര്യം ലൈഫിൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആൻഡ് ലാസ്റ്റ് തിങ്, എല്ലാ കാര്യങ്ങളും സോർട്ട് ചെയ്ത് എല്ലാ പ്രശ്നങ്ങളും സോർട്ട് ചെയ്ത് നിങ്ങൾ നെറ്റ് പ്രിപ്പയർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞാലും 10 വർഷം കഴിഞ്ഞാലും നിങ്ങൾക്ക് പല സിറ്റുവേഷൻസും വരും. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് നിങ്ങളത് പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. യു വിൽ ബി ഡെഫിനറ്റ്ലി ഗോയിങ് ത്രൂ എ ലോട്ട് ഓഫ് സിറ്റുവേഷൻസ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും നമ്മളെല്ലാവരും തമ്മിൽ ആകെ കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വി ഓൾ ഹാവ് 24 hours in a day. എല്ലാവർക്കും ഉള്ളത് 24 hours ആണ്. ഹൗ എഫക്റ്റീവ്ലി ഡു യു യൂട്ടിലൈസ് യുവർ 24 hour എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ലെറ്റ്സ് സേ നമുക്കൊരു 8 മണിക്കൂർ ഉറങ്ങി, ബാക്കി ഒരു 16 മണിക്കൂർ നമ്മുടെ കയ്യിലുണ്ട്. 8 മണിക്കൂർ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ്, ആസ് ഇൻ ജോബിന് പോകുന്ന ആൾക്കാരുണ്ടാവും, വർക്ക് ചെയ്യുന്ന കോളേജിൽ പോകുന്ന ആളുകളുണ്ടാവും. നീ ഇപ്പോൾ വെക്കേഷൻ ടൈമും കൂടിയാണ്. സോ ഡെഫിനറ്റ്ലി ഒരു 5-6 hours മുകളിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. സോ അതായത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന സമയം. ടീച്ചേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ടാവും. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിട്ടും ഇനി പ്രിപ്പറേഷൻ ചെയ്തതിനേക്കാൾ ഒരു ബെസ്റ്റ് ടൈം നിങ്ങളുടെയിലും വരില്ല. എത്ര പേരുണ്ടോ ടീച്ചേഴ്സ് ആരെങ്കിലും ഉണ്ടോ ഈ മീറ്റിംഗിൽ? ആക്ച്വലി എത്ര പേര് ടീച്ചേഴ്സ് ആയിട്ടുണ്ട് ഇതിൽ? ഫാത്തിമ, ആസിഫ, സിയ ടീച്ചറാണ്, റൈറ്റ്? സിയക്ക് ഇതിനേക്കാൾ ഒരു ബെറ്റർ ടൈം ഇനി കിട്ടാൻ നെക്സ്റ്റ് ഇയർ വെയിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നെക്സ്റ്റ് വെക്കേഷൻ ടൈം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ. സോ ഐ ഡോണ്ട് റെക്കമെൻഡ്. ശരണ്യ ടീച്ചറാണ്. അഗെയിൻ ശരണ്യയ്ക്കും അറിയാൻ വേണ്ടി പറ്റും. നമുക്ക് സ്കൂൾ തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പൊ പാരന്റ്സും കൂടി ആണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഇതിനേക്കാളും ബെറ്റർ ടൈം ഇനി കിട്ടില്ല. സോ എന്താ പറയാ, വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം ഞാൻ ഹെൽപ്പ് ചെയ്യാണ്. വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം യു സ്റ്റാർട്ട് ദ പ്രിപ്പറേഷൻ. അൻഷദ് ടീച്ചറാണ്. അൻഷദ് അഗെയിൻ സെയിം അപ്ലൈസ് ടു നിങ്ങൾ ടീച്ചേഴ്സ് ആകുമ്പോൾ this is the right space that you are getting to actually prepare for your exam. And at the same time ഈ എക്സാംസ് കാര്യം നിങ്ങൾ ക്ലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ഈ എക്സാം ഇപ്പൊ ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ആളുകളുണ്ടാവും, PG ഓൺലൈൻ ആയിട്ട് ചെയ്തിട്ടുള്ള ആളുകളുണ്ടാവും അല്ലെ. ഇപ്പൊ നിങ്ങളൊക്കെ സംബന്ധിച്ച് UGCയുടെ നെറ്റ് എക്സാംസ് കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ചെയ്യുമ്പോൾ ദാറ്റ് ബിക്കംസ് യുവർ ലാസ്റ്റ് ക്വാളിഫിക്കേഷൻ. അത് നിങ്ങളുടെ ലാസ്റ്റ് ക്വാളിഫിക്കേഷൻ ആയിട്ട് മാറും. നിങ്ങളുടെ ടൈറ്റിൽ അത് മാറ്റും, നിങ്ങളുടെ ജോബിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യും, നിങ്ങളുടെ പ്രൊമോഷൻസിന് അത് ഇൻഫ്ലുവൻസ് ചെയ്യും. ആൻഡ് ഡെഫിനറ്റ്ലി അബവ് ഓൾ ദീസ് തിങ്സ് ഇറ്റ് ഈസ് എ തിങ് ദാറ്റ് യു പ്രൂവ് ടു യുവർ സെൽഫ് ബേസിക്കലി. കാരണം 10-12 ലക്ഷം ആളുകൾ അക്രോസ് ഇന്ത്യയിൽ എഴുതുന്ന ഒരു എക്സാമിൽ നമ്മൾ അതിന്റെ ടോപ്പ് 1%ലും അല്ലെങ്കിൽ ടോപ്പ് 6%ലും വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ബി സ്മാർട്ട് ടു ഡു ദാറ്റ്, അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ബിക്കം സ്മാർട്ട് ടു ഡു ദാറ്റ്, റൈറ്റ്?
അപ്പൊ അത് ഇറ്റ് ഈസ് എ ചാൻസ് ഫോർ യുവർ സെൽഫ് ടു പ്രൂവ് ദാറ്റ് യു ആർ എമംഗ് വൺ ഓഫ് ദ ബെസ്റ്റ് എന്നുള്ളൊരു സംഭവം ഉണ്ട്. കാരണം ഇറ്റ് ഈസ് മോർ ഓഫ് എ സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ് ആണ് ഒരു UGC നെറ്റ് എക്സാം കാര്യങ്ങൾ ക്ലിയർ ചെയ്യാന്ന് പറയുമ്പോൾ, റൈറ്റ്? അപ്പൊ അതിലോട്ട് ഫോക്കസ് ചെയ്യുക ഗൈസ്. അഗൈൻ ആർക്കെങ്കിലും അഭിജിത്ത് എനിക്ക് പേഴ്സണലി അയച്ചിട്ടുണ്ട്, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ അഗൈൻ വിൽ അതർവൈസ് നമ്മൾ എന്ത് ചെയ്യാം? സർ ഐ വുഡ് ടു ജോയിൻ, ഓക്കെ, യു ക്യാൻ ചെക്ക് വിത്ത് ദ അഡ്മിഷൻ ടീം, അല്ലെങ്കിൽ നമ്പർ കാര്യങ്ങൾ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അഗൈൻ വേറെ ആരെങ്കിലും ഉണ്ടോ ഇതിൽ ഡൗട്ട്സോ, കാര്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐദർ ഇഫ് യു നോട്ട് കംഫർട്ടബിൾ, അനന്തു യു മൈറ്റ് ഹാവ് ബീൻ കോൺടാക്റ്റഡ് ബൈ സംബഡി എൽസ് ഇൻ ദ കൗൺസിലിംഗ് ടീം, അവരായിട്ട് വീണ്ടും റീകണക്ട് ചെയ്യാൻ നിങ്ങൾക്ക്. അതല്ലെങ്കിൽ പേരും മൊബൈൽ നമ്പറും ഇഫ് യു ആർ നോട്ട് കംഫർട്ടബിൾ യു ക്യാൻ ഡ്രോപ്പ് മീ ഇൻ ദ ചാറ്റ് ബോക്സ്, അല്ലെങ്കിൽ പേഴ്സണലി അയക്കാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് നമ്പർ, അങ്ങനെയും ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് എല്ലാവരുടെ അടുത്തും വൺസ് അഗൈൻ വിൽ ബി റാപ്പിംഗ് അപ്പ്. ആർക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ വെബിനാർസിൽ വരുന്ന നമ്പേഴ്സ് കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ബേസിസിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ട് പ്രൈസിംഗ് അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മുടെ റെസ്പെക്റ്റീവ് കൗൺസിലേഴ്സ് ചെയ്തു കൊടുക്കാൻ വേണ്ടി അനീസ്ക പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് യു ഹാവ് സാറ്റ് ഹിയർ ഫോർ ഓൾമോസ്റ്റ് 2 hours. ദാറ്റ് മീൻസ് യു ആർ സീരിയസ് അബൌട്ട് ദ പ്രിപ്പറേഷൻസ്, റൈറ്റ്? ഈവൻ നമുക്കും വേണ്ടത് ഇത് സീരിയസ്ലി ഫോളോ ചെയ്യുന്ന ആളുകളെയാണ്. സോ വൺ സീരിയസ് പീപ്പിൾ കം ഇൻ ടു അവർ ഓർഗനൈസേഷൻ, ഡെഫിനറ്റ്ലി വി വിൽ ബി ഏബിൾ ടു മേക്ക് എ ഡിഫറൻസ് ഇൻ ടേംസ് ഓഫ് റിസൾട്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ 100 JRF ആണ് നെക്സ്റ്റ് നമ്മൾ എയിം ചെയ്യുന്നത്, ആൻഡ് 700 നെറ്റ് എന്നുള്ള എയിമിലാണ് നമ്മൾ പോകുന്നത്, റൈറ്റ്? അപ്പൊ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി വിൽ ബി ഗിവിംഗ് യു ദ ട്രെയിനിങ് ആണ്. ഓക്കെ, സോ വർഷ, മുഫ്ദില, അമാന, അഭിജിത്ത്, ജസീന, ജന്ന, ഇവിടെ പഠിക്കുന്ന ആളുകളാണോ നിങ്ങൾ? ഓൾറെഡി കുറച്ചുപേര് ഇവിടെ പഠിക്കുന്നവരുണ്ടാവും. സഫാസ്ന, മുഫ്ദില, ദേവപ്രിയ, ഷമ്മാസ്, ലിയ, ഷഫീല. ഓക്കെ, സോ മുഫ്ദില നമ്പേഴ്സ് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടോ? യു ആർ പ്ലാനിങ് ഫോർ ഇറ്റ്? തുമ്പ, ദേവപ്രിയ എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഫാത്തിമ, സഫാസ്ന, വർഷ, HP already with A4. Okay, very good. Okay, right, all right. So guys, again thanks for joining actually. ഞാനും റീസെന്റ് ആയിട്ട് കണ്ടക്ട് ചെയ്തതിൽ ഐ ഈവൻ ഫീൽ ഇറ്റ് ആസ് വൺ ഓഫ് ദ ബെസ്റ്റ് വെബിനാർ. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസും നിങ്ങൾ നല്ല രീതിയിൽ ആക്ച്വലി വെബിനാറിൽ എൻഗേജ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഗിവ്സ് മീ ആൾസോ ലോട്ട് ഓഫ് എനർജി ടു ടോക്ക് ടു യു ഗൈസ്. അത് നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഇപ്പം സെഷൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആരെയും കാണുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ വീഡിയോ എല്ലാം ഓഫാണ്. ഐ ഫീൽ ലൈക്ക് ഐ എം ടോക്കിംഗ് ടു എ ബ്ലാങ്ക് സ്ക്രീൻ, ബട്ട് ഡെഫിനറ്റ്ലി യു ഡിഡ് നോട്ട് മേക്ക് മീ ഫീൽ ദാറ്റ്. നിങ്ങൾ എല്ലാവരും നല്ല രീതിക്ക് ചാറ്റ് ബോക്സിൽ എൻഗേജ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വൺസ് അഗെയിൻ താങ്ക് യു ഫോർ ജോയിനിങ്, താങ്ക് യു ഫോർ സ്പെൻഡിങ് യുവർ 1.5 hours ഓഫ് ടൈം വിത്ത് അസ്. ആൻഡ് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നെറ്റും അതേപോലെ തന്നെ എല്ലാവർക്കും JRFും കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. അതേപോലെ തന്നെ ബാക്കി നമുക്ക് ഇനി ക്ലാസ്സിൽ കാണാം നിങ്ങളെല്ലാവരും. ഓക്കെ, ബൈ.